ഹായ് ചിൽഡ്രൻ, എന്തു പറയുന്നു? സുഖമല്ലേ? എക്സാം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? ഇനി ഏതാനും ദിവസങ്ങൾ കൂടെ ഉള്ളൂ എക്സാമിന്. ഓക്കെ, എല്ലാവരും നല്ല പ്രിപ്പറേഷനിലായിരിക്കും. നിങ്ങൾക്കായി സൈലം വീണ്ടും ഒരു ലൈവ് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷത്തെ 2020 നീറ്റിൻ്റെ ഫേസ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫേസ് 1 കഴിഞ്ഞ ലൈവിൽ ഞാൻ ഫേസ് 2 ചെയ്തായിരുന്നു. ഓക്കെ, ഫേസ് 2നെ അപേക്ഷിച്ച് ഫേസ് 1 ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി കൂടുതലാണ്. എന്നാൽ ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒട്ടും ഡിഫിക്കൽട്ട് അല്ല. അപ്പം നമുക്ക് ഏകദേശം ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. പ്രത്യേകിച്ച് ഈ കൊറോണ സീസൺ ആണല്ലോ. അപ്പം ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് കുറയ്ക്കാനാണ് സാധ്യത. ഒരു പ്രോബബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ എങ്ങനെയും വരാം. യു ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ എവറിത്തിങ്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, തുടങ്ങാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനോടൊപ്പം ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട റെലവൻറ്റ് തിയറിയും കൂടെ ഞാൻ പറഞ്ഞു പോവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം വേരിയേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറയും. അതുകൊണ്ട് എല്ലാവരും ലൈവ് അവസാനം വരെ കാണുക. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് കണ്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കളർ കോഡ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ. കളർ കോഡ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ടോളറൻസ് റെസ്പെക്റ്റീവ്ലി ആർ. ഇതൊരു യൂഷ്വൽ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഓക്കെ, കാർബൺ റെസിസ്റ്റർ എന്നുള്ള ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്നുള്ള വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്, കാർബൺ റെസിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അത് ഇനിയും പഠിക്കാത്ത കുട്ടികളുടെ പഠിക്കുക, ഉറപ്പായിട്ട് 4 മാർക്ക് കിട്ടും. ഓക്കെ, ഇത് കാണുമ്പോഴേ നിങ്ങൾ ബി റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ് എന്നുള്ള മെമ്മോണിക് ഓർമ്മയിൽ വരണം. ബി റോയ് ഞാൻ എഴുതുകയാണ് കേട്ടോ. ബി റോയ്, ROY, റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ്. ഈ മെമ്മോണിക് ട്രിക്ക്, മെമ്മറി ട്രിക്ക് നിങ്ങൾ ഓർത്തിരിക്കുക. എന്നിട്ട് സ്റ്റാർട്ട് നമ്പറിങ്. നമ്പർ ചെയ്യുമ്പം എല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ 1 തൊട്ടല്ലേ നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ 1 തൊട്ടല്ല ചെയ്യേണ്ടത്, 0 തൊട്ട് ചെയ്യണം. ആദ്യത്തെ ബിക്ക് 0, പിന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9. ടോട്ടൽ 10 കളർ ഉണ്ടാവും. 0 തൊട്ട് തുടങ്ങണം. ഇനി ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചില പ്രശ്നങ്ങളുണ്ട്. 2 ബി ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് ഓർത്തിരിക്കണം. ബ്ലാക്ക്, ബ്രൗൺ. പിന്നെ ഗ്രീൻ ജി 2 എണ്ണം ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താ? യെല്ലോ കളറിന് നമ്മൾ വൈയുടെ നമ്പർ 4. ഇത് കണ്ടോ, യെല്ലോ. ഇനി എന്താ? വയലറ്റ് എന്ന് പറയുന്നത് 7. ഇനി ബ്രൗൺ, അതാ ഞാൻ പറഞ്ഞേ, ബി. ഏത് ബി ആണെന്ന് കൺഫ്യൂസ് ആവരുത്. ആദ്യത്തെ ബി ബ്ലാക്ക് ആണ്, രണ്ടാമത്തെ ബി ആണ് എന്ത്? ബ്രൗൺ. അപ്പോൾ ബ്രൗണിന് 1. ഈ 3 കളറും. പിന്നെ ഗോൾഡ് ആണ്. ഗോൾഡ് കാണിക്കുന്നത് ടോളറൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ 3 കളറാണ് ടോളറൻസിന്, അല്ല 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ് ടോളറൻസിന് വരുന്നത്. ഒന്ന് ഗോൾഡ് ആണെങ്കിൽ 5% ടോളറൻസ്, പിന്നെ സിൽവർ ആണെങ്കിൽ 10% ടോളറൻസ്, ലാസ്റ്റ് കളറൊന്നും ഇല്ല എങ്കിൽ, നോ കളർ ആണെങ്കിൽ എത്രയാണ്? 20% ടോളറൻസ്. അത് സെപ്പറേറ്റ് ഓർത്തിരിക്കണം. ഗോൾഡ്, സിൽവർ, നോ കളർ. ഇനി നമുക്ക് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 2 ബാൻഡ് കളറിലെ ആദ്യത്തെ 2 കളർ റെസിസ്റ്റൻസിന്റെ ഫസ്റ്റ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ തരും. റെസിസ്റ്റൻസ് ഇൻ O ഫസ്റ്റ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പൊ യെലോയും വയലറ്റും. അപ്പൊ ഫസ്റ്റ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു യെല്ലോ എന്ന് പറയുന്നത് 4, വയലറ്റ് എന്ന് പറയുന്നത് 7. അപ്പൊ 47 ആയി, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയി. ഇനി അടുത്ത കളർ തരുന്ന ഡെസിമൽ മൾട്ടിപ്ലയറിനെയാണ്. ഡെസിമൽ മൾട്ടിപ്ലയർ ഓർത്ത് വെക്കുക. ഡെസിമൽ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 10ന്റെ പവർ, 10 to the power. ഏത്? ബ്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ? 1. ഇനി പ്ലസ് ഓർ മൈനസ് ലാസ്റ്റ് കളർ തരുന്ന ടോളറൻസിനെയാണ്. ടോളറൻസ് എത്ര പെർസെൻറ്റേജ് ആ? ഗോൾഡ് അല്ലേ, 5%. അപ്പൊ ഇവിടെ R ഈസ് ഈക്വൽ ടു 470 പ്ലസ് ഓർ മൈനസ് 5%. ഏത് യൂണിറ്റിലാണ്? കിലോ ഓമിലൊന്നും അല്ല, ഇറ്റ് ഈസ് ഇൻ O. Therefore the answer is 2.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നല്ല ഞാൻ പറഞ്ഞ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഈ കളർ BB റോയ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ് ഓർത്ത് എടുക്കുക. ഗോൾഡ് സിൽവർ നോ കളറിന്റെ എല്ലാം ടോളറൻസ് ഓർത്ത് വെക്കുക. എന്നിട്ട് ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സ് വരുന്നത് സെപ്പറേറ്റ് ഓർത്തിരിക്കുക. ഇത് ബ്ലാക്ക്, ബ്രൗൺ, അതുപോലെ ഗ്രേ, ഗ്രീൻ, ഗ്രേ, അങ്ങനെയുള്ള കളറുകളെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഇത് ഉറപ്പിച്ചില്ലേ 4 മാർക്ക്. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത നോക്കി, ഫൈൻഡ് ദ ടോർക്ക് അബൌട്ട് ദ ഒറിജിൻ വെൻ എ ഫോഴ്സ് ഓഫ് 3 ജൂൾ 3 ന്യൂട്ടൺ 3 J ന്യൂട്ടൺ കേട്ടോ ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഹൂസ് പൊസിഷൻ വെക്ടർ ഈസ് 2k മീറ്റർ. 2k മീറ്റർ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഫോഴ്സും തന്നിട്ടുണ്ട്, പൊസിഷൻ വെക്ടറും തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ യു നീഡ് ടു ഫൈൻഡ് ടോർക്ക് അബൌട്ട് ദ ഒറിജിൻ. ടോർക്ക് ഈസ് ഈക്വൽ ടു വെക്ടർ ഇക്വേഷൻ എഴുതണം, R ക്രോസ് എഫ്. R ക്രോസ് എഫ്. അപ്പോൾ ചില കുട്ടികൾ F ക്രോസ് R എന്ന് എഴുതും, തെറ്റിപ്പോകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോസ് പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. R ക്രോസ് എഫ് കനോട്ട് ബി റിട്ടൺ ആസ് F ക്രോസ് R. F ക്രോസ് R എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്ത് സംഭവിക്കും? ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ R ക്രോസ് എഫ് എന്ന് തന്നെ ഓർത്തിരിക്കണം. അതുപോലെ ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു R ക്രോസ് P ആണ്, P ക്രോസ് R അല്ല, R ക്രോസ് P. അപ്പൊ ഇക്വേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഇവിടെ സിമ്പിളി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോർക്ക് ഈസ് ഈക്വൽ ടു R എത്രയാണ് കുട്ടികളെ? 2k ക്രോസ് ഫോഴ്സ് എത്രയാണ്? 3J. അപ്പൊ മാഗ്നിറ്റ്യൂഡുകൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു 6. K ക്രോസ് J എന്താണെന്ന് ആലോചിച്ച് നോക്കി. കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് വരുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞു തരാം. I J K ഇങ്ങനെ ക്ലോക്ക് വൈസിൽ നമ്മൾ എഴുതിയാൽ I ക്രോസ് J Kയും J ക്രോസ് K Iയും K ക്രോസ് I എന്തുമാണ്? ജെയുമാണ്. ഇവിടെ വന്നിട്ടുള്ളത് എന്ത്, ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചാൽ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ K ക്രോസ് J ആണ് വന്നിട്ടുള്ളത്. K ക്രോസ് J I അല്ല, -I ആണ്. യു ഷുഡ് ടേക്ക് കെയർ. ഇറ്റ് ഈസ് -I. ഇറ്റ് ഈസ് നോട്ട് I, therefore -I. -6I. എത്ര സിമ്പിൾ ആണെന്ന് നോക്കി. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ R ക്രോസ് M എന്ന ഇക്വേഷനും ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാർക്കായി. ഓക്കെ, ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? കുറെ കുട്ടികൾ D എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. നിങ്ങൾ ഓപ്ഷൻ തരുമ്പോഴുണ്ടല്ലോ ക്വസ്റ്റ്യൻ്റെ നമ്പറോട് ഇട്ടിട്ട് ഓപ്ഷൻ തരാൻ ശ്രമിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ്റെ നമ്പറോട് ഇട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിലിണ്ടർ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് പ്രഷർ ഓഫ് 249 കിലോ പാസ്കൽ ആൻഡ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ്സ് ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡെൻസിറ്റിയുടെ ടൈമിൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. ബേസിക് ഇക്വേഷനിലേക്ക് പോവാം. ഓക്കെ, PV ഈസ് ഈക്വൽ ടു nRT അല്ലേ കുട്ടികളെ? ഇതെല്ലാവർക്കും അറിയാവുന്ന ബേസിക് ഇക്വേഷനാണ്. വേർ n ഈസ് ദ നമ്പർ ഓഫ് മോൾസ്. ഇനി ഞാൻ ഇതിനെ PV ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ മാസ് ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് എഴുതുന്നു. M0 സ്റ്റാൻഡ്സ് ഫോർ മോളാർ മാസ്. ഓക്കെ, ടോട്ടൽ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടുമല്ലോ, അത് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. RT എന്ന് എഴുതി. ഇനിയും ഈ ഇക്വേഷനിൽ ചില അറേഞ്ച്മെന്റ് ഞാൻ ചെയ്യുന്നു. എന്താണെന്നറിയാമോ? P ഒരു സ്ഥലത്ത് വെച്ചു, M/V അങ്ങോട്ട് കൊണ്ടുപോയി, RT/M0 ഇങ്ങനെ എഴുതി. എന്താണ് M/V എന്ന് പറയുന്ന? ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്. മാസ് ഓഫ് ദ ഗ്യാസ്, ടോട്ടൽ മാസ് ഓഫ് ദ ഗ്യാസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓർ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ്. അത് ഡെൻസിറ്റി ആണല്ലോ. അപ്പൊ P ഈസ് ഈക്വൽ ടു റോ RT ഡിവൈഡഡ് ബൈ M0. ഈ ഇക്വേഷൻ നിങ്ങൾ കെമിസ്ട്രിയിൽ കൂടുതലും പഠിച്ചിട്ടുണ്ടാവും. കെമിസ്ട്രിയിലും പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. പഠിച്ചിട്ടില്ലേ കുട്ടികളെ ഇക്വേഷൻ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് വേണ്ടത് ഡെൻസിറ്റിയാണ്. അപ്പൊ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. I want density. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു PM0 ഡിവൈഡഡ് ബൈ RT എന്ന് എഴുതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റോ ഈസ് ഈക്വൽ ടു P എന്ന് പറഞ്ഞ പ്രഷർ ആണ്, അത് 249 കിലോ പാസ്കൽ. അപ്പൊ 249 ഇൻറ്റു 10⁻³ കിലോ ആയതുകൊണ്ട് കിലോ പാസ്കൽ. മോളാർ മാസ് ഏതാണ്? ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ഡയാറ്റോമിക് ആണ്. അപ്പൊ ഹൈഡ്രജന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 2 ഗ്രാം ആണ്. ഗ്രാമിനെ kg ആക്കണം. 2 ഇൻറ്റു 10⁻³ ഇപ്പൊ kg ആയി.
ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ അറിയാം 8.3 എന്ന് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ അല്ല എഴുതേണ്ടത്, കെൽവിനിൽ എഴുതണം. 273 ആഡ് ചെയ്യണം. മനസ്സിലായോ? 273 ആഡ് ചെയ്ത് എത്ര കിട്ടും? 300 എന്ന് കിട്ടും. ഇത് സിമ്പിൾ കാൽക്കുലേഷനാണ്. 3 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 100 ടൈംസ്, ഒരു 3 100 ടൈംസ്, ഇവിടെ 8 3 83, ഇത് 10, അവിടുന്ന് ഒരെണ്ണം പോയി, ഇത് രണ്ടും വെട്ടിപ്പോയി, നമുക്ക് എത്ര കിട്ടും? 0.2 യൂണിറ്റ് കെ ജി മീറ്റർ റേസ് ടു -3 അല്ലെങ്കിൽ കെ ജി പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. Therefore your option 3 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഈ ഡെറിവേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ ഡെറിവേഷൻ ചെയ്തതാണ്. യു ഹാവ് ടു റിമെമ്പർ ദിസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി മസ്റ്റ് ബി നോൺ ടു യു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Two cylinders A and B of equal capacity are connected each other via a stop clock. Stop clock. Okay, clock alla cock aanu ketto. I am sorry. A contains an ideal gas at standard temperature and pressure. Okay, ivide or ideal gas undu at standard temperature and pressure. B is completely evacuated. The entire system is thermally insulated. Thermally insulated. Okay. Thermally insulated എന്ന് പറഞ്ഞാൽ no heat flows into the system, no heat flows out of the system. That is very important. Let me highlight it. Let me highlight it. Okay, thermally insulated. The entire system is thermally insulated. Okay, the stopcock is suddenly opened. The process is ഒറ്റ നോട്ടത്തിൽ see നിങ്ങൾക്കറിയാം no heat flows into the system, no heat flows out of the system. അപ്പോൾ ഈ സഡൻ എക്സ്പാൻഷൻ ആണ്. സഡൻ എക്സ്പാൻഷൻ ഈസ് ആൻ അഡിയബാറ്റിക് പ്രോസസ് എന്ന് നമുക്കറിയാം. അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ, അതാണ് ആൻസർ നിങ്ങൾ എഴുതേണ്ടത്. കീയിലും ആൻസർ അതാണ് തന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ ചില ഡിസഗ്രിമെൻ്റ് ഉണ്ട്. അത് ഞാൻ പറയാൻ പോവുകയാണ്. അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട. ആൻസർ അഡിയബാറ്റിക് പ്രോസസ് തന്നെ നിങ്ങൾ എഴുതണം. ബട്ട് ദർ ഈസ് എ ഡിസഗ്രിമെൻ്റ്. എന്താണെന്നറിയാമോ? ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ തെർമോഡൈനാമിക് പ്രോസസ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിനെ പേര് കൊടുക്കണമെങ്കിൽ ഇക്വിലിബ്രിയം പ്രോസസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഐസോബറിക്, ഐസോതെർമൽ, ഐസോകോറിക്, അഡിയബാറ്റിക് എല്ലാം ഇക്വിലിബ്രിയം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആയിരിക്കണം. ഈ പ്രോസസ്സ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സേ അല്ല. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇക്വിലിബ്രിയം പ്രോസസ്. അതുകൊണ്ട് ഇതിന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റില്ല. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ അഡിയബാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രിക്റ്റ്ലി ഇറ്റ് ഈസ് നോട്ട് അഡിയബാറ്റിക് ഇൻ മൈ ഒപ്പീനിയൻ. പക്ഷെ നിങ്ങൾ അഡിയബാറ്റിക് എന്ന് തന്നെ എഴുതണം. ഓക്കെ, യു ഹാവ് ടു റിമെമ്പർ. അതെന്തുകൊണ്ടാണെന്നുകൂടെ ഞാൻ പറയാം. നോക്കിക്കേ, ഇതിൻ്റെ തുടക്കത്തിലുള്ള വോളിയം വിയും തുടക്കത്തിലുള്ള പ്രഷർ പിയുമാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് പി വി ഡയഗ്രത്തിൽ നമ്മളൊരു പോയിന്റ് ഇട്ടു. ഏതാണെന്ന് ചോദിച്ചാൽ വോളിയം വി, പ്രഷർ പി. ഈ സ്റ്റേറ്റിലാണ് ഈ ഗ്യാസ് ഉള്ളത്. ഇനി എന്ത് സംഭവിച്ചു? ഈ പാർട്ടീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ, കോക്ക് ഓപ്പൺ ചെയ്തപ്പം എന്ത് സംഭവിച്ചു? വോളിയം 2V ആയി, ഡബിൾ വോളിയമായി. ഇതും വോളിയം വി ആണല്ലോ. അപ്പം 2V ആകുമ്പോൾ നമുക്കറിയാം വോളിയം 2V ആയി. ഓക്കെ, പ്രഷർ എന്തായിരിക്കും? P/2 ആവും. P/2. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇവിടെ വർക്ക് ഡൺ 3-4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സഡൻ എക്സ്പാൻഷൻ്റെ കാര്യത്തിൽ നോ ഹീറ്റ് ഫ്ലോ, ΔQ 0 ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. കാരണം തെർമലി ഇൻസുലേറ്റഡ് ആണ്. അതുപോലെ വർക്ക് ഡൺ 0 ആണ്. എന്തുകൊണ്ടാണ്? ഈ ഗ്യാസ് ഈസ് എക്സ്പാൻഡിങ് എഗനസ്റ്റ് വാക്കോ. ഇവിടെ പിസ്റ്റൺ ഒന്നുമില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ പിസ്റ്റൺ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയായിരുന്നു ഗ്യാസ് ഡിഡ് സം വർക്ക് എന്ന് പറയായിരുന്നു. ഇവിടെ എക്സ്റ്റേണൽ പ്രഷറേ ഇല്ല. വർക്ക് ഡൺ എഗനസ്റ്റ് എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. വർക്ക് ഡണും 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് പ്രകാരം ΔU ഇന്റേണൽ എനർജിയുടെ ചേഞ്ചും 0 ആണ്. ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് 0 എന്ന് പറഞ്ഞാൽ ΔT ടെമ്പറേച്ചറിൽ വന്ന ചേഞ്ച് 0 ആണ്. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലേ, ഇതൊരു ഐസോതെർമൽ പ്രോസസ് അല്ലേ എന്ന് ചോദിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ 2 പോയിന്റുകൾ മാത്രമേ ഈ പി വി ഡയഗ്രത്തിൽ ഇടാൻ പറ്റുള്ളൂ. ഇത് P/2, ഇത് 2V. ഓക്കെ, ഈ ഗ്യാസ് ഇവിടുന്ന് ഏത് ട്രാജക്ടറി ഇങ്ങോട്ട് പോയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രോസസ്സിൽ ദർ ഇസ് നോ വെൽ ഡിഫൈൻഡ് പ്രഷർ വെൽ ഡിഫൈൻഡ് അല്ല. കാരണം ഈ എക്സ്പാൻഷന്റെ ടൈമിൽ ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ 0 പ്രഷറുമാണ്. പ്രഷർ ഈസ് 0 ഹിയർ.
അപ്പൊ the temperature of the gas അല്ലെങ്കിൽ the pressure of the gas, the volume of the gas എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ രണ്ട് പോയിന്റ് അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ട്രജക്ടറി ഈ പ്രോസസ്സിന് വരയ്ക്കാൻ പറ്റില്ല. ആക്ച്വലി ഈ രണ്ട് പോയിന്റും ലൈ ചെയ്യുന്നത് എന്താ? ഐസോതെർമൽ കർവിലാണ് ഈ രണ്ട് പോയിന്റും ലൈ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പം നമുക്ക് വേണേൽ ഇത് ഐസോതെർമൽ എന്നും വേണേലും വിളിക്കാം. പക്ഷെ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ പ്രോസസ്. ഇത് പ്രോസസ്സേ അല്ല. ഇറ്റ്സ് നോട്ട് എ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം പ്രോസസ്. അതുകൊണ്ട് നെയിമിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ മൈ ഒപ്പീനിയൻ. പക്ഷെ നിങ്ങൾ എന്ത് ആൻസർ എഴുതണം? എക്സാമിന് ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആൻസർ ഏതാണ്? ഇത് തെർമലി ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ അഡിയബാറ്റിക് എന്ന് എഴുതണം. ബാക്കി ഞാൻ പറഞ്ഞ എല്ലാം മറന്നു കളയുക. ഓക്കെ, ഓൺലി ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു തിങ്ക്. വാട്ട്? അഡിയബാറ്റിക് പ്രോസസ്സിന് ആൻസർ എഴുതുക. അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അത് മനസ്സിലായ കുട്ടികളെ? സാർ ഞാൻ ഐസോതെർമൽ എന്ന് എഴുതിയോ? ഞാൻ പറഞ്ഞല്ലോ, ഐസോതെർമലും അല്ല, അഡിയബാറ്റിക്കും അല്ല, ഐസോബെറിക്കും അല്ല, ഐസോകൊറിക്കും അല്ല, ഇതൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ എക്സാമിനർ ഉദ്ദേശിക്കുന്ന അഡിയബാറ്റിക് എന്നുള്ള സാധനമാണ്. സഡൻ എക്സ്പാൻഷൻ ഈസ് ആൻ അഡിയബാറ്റിക് പ്രോസസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ അഡിയബാറ്റിക് വന്നാൽ നിങ്ങൾ അഡിയബാറ്റിക് എഴുതണം കേട്ടോ. യു ഹാവ് ടു റൈറ്റ്. എന്നാലേ ആൻസർ, എന്നാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുകയുള്ളൂ? മാർക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അഡിയബാറ്റിക്. ഇറ്റ് ഈസ് നോട്ട് എ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ദാറ്റ്സ് മൈ പോയിന്റ്. ഇനീഷ്യൽ സ്റ്റേജും നോക്കൂ കുട്ടികളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇനീഷ്യൽ സ്റ്റേജും ഫൈനൽ സ്റ്റേജും വെൽ ഡിഫൈൻഡ് ആണ്. ഒരു പർട്ടിക്കുലർ പ്രഷർ ഉണ്ട്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേജിനും ഉണ്ട്, ഫൈനൽ സ്റ്റേജിനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിന് ഒരു വെൽ ഡിഫൈൻഡ് ടെമ്പറേച്ചർ ഉണ്ട്, ഫൈനൽ സ്റ്റേജിനും വെൽ ഡിഫൈൻഡ് ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷെ ഈ സ്റ്റേജിൽ നിന്ന് ഈ സ്റ്റേജിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ അതിന് വെൽ ഡിഫൈൻഡ് പ്രഷർ ഇല്ല, വെൽ ഡിഫൈൻഡ് ടെമ്പറേച്ചറും ഇല്ല. വെൽ ഡിഫൈൻഡ് പ്രഷർ ഈസ് നോട്ട് ദെയർ. ഓക്കെ, എന്തുകൊണ്ടാ? ഈ എക്സ്പാൻഷൻ സമയം ഈ എൻഡിലെ പ്രഷർ എത്രയാ? 0 ആണ്. ഈ പോയിന്റിലെ പ്രഷർ എത്രയാണ്? നോൺ 0 ആണ്. അപ്പൊ ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏത്? വാട്ട് യു വിൽ സേ? ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് പറയണമെങ്കിൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ത്രൂ ഔട്ട് ദ ഗ്യാസ് മസ്റ്റ് ബി കോൺസ്റ്റന്റ്. മനസ്സിലായോ? That's my point. You have to write this answer. Adiabatic. That only then you will get a. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞ് ഓർത്തിരിക്കണം. ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് ഹീറ്റ് ഇൻപുട്ട് 0 ആണ്. എക്സ്റ്റേണൽ പ്രഷർ ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ എഗനസ്റ്റ് വാക്കുമാണ്. വർക്ക് ഡൺ 0 ആണ്. അതുകൊണ്ട് ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് 0 ആണ്. അതുകൊണ്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിലും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഐസോതേമിലായിരിക്കും ഈ രണ്ട് പോയിന്റും കിടക്കുന്നത്. പക്ഷെ പ്രോസസ് ഐസോതെർമലാണോ? അല്ല, നോട്ട് അറ്റ് ഓൾ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്? ദാറ്റ്സ് വാട്ട്. അത് നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഗുഡ്. ജി അഡ്വാൻസ്ഡ് ക്ലാസ്സസ് സൈലം ആപ്പിൽ ഉണ്ടോന്ന്? ജി അഡ്വാൻസ്ഡ് ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്ലാസ്സസ് അവൈലബിൾ ആണ്, ബാക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഡ്വാൻസ്ഡ് ക്ലാസ്സസ്. ഡോണ്ട് വറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഈസിയാണ്. 2 particles of mass 5 kg and 10 kg respectively are attached to the 2 ends of a rigid rod of length 1 meter with negligible mass. റോഡിന് മാസ് ഇല്ല. The center of mass of the system from 1 kg particle is നിയർലി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്. ഇത് നോക്കൂ കുട്ടികളെ, ഇത് 5 kg പാർട്ടിക്കിൾ ആണ്, ഇത് 10 kg പാർട്ടിക്കിൾ ആണ്. 10 kg ഇതിന് എവിടെയോ സെന്റർ ഓഫ് മാസ് ഉണ്ട്. ഇതാന്ന് വിചാരിക്കുക XCM. ഈ XCM നമുക്ക് കണ്ടുപിടിക്കണം. സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഏത് പാർട്ടിക്കിളിൽ നിന്ന്? 5ൽ നിന്ന് എത്ര അകലെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 5 ഒറിജിനായിട്ട് എടുക്കണം. അപ്പോ ഇതാ ഞാൻ 5 ഒറിജിനായിട്ട് എടുക്കുകയാണ്. ഇതാ ദിസ് ഈസ് മൈ y ആക്സിസ്. ഓക്കെ, ദിസ് ഈസ് മൈ x ആക്സിസ്. എന്നിട്ട് ഞാൻ XCMന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. എന്താണ് XCMന്റെ ഇക്വേഷൻ? XCM ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ദിസ് ഈസ്, അപ്പൊ m1 എത്രയാ? 5. XCM ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു x1 എത്രയാ?
5ൽ നിന്നാണ് നിങ്ങൾക്ക് സെന്റർ ഓഫ് മാസ് എത്ര ദൂരത്തിലാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 5 ഇരിക്കുന്ന എവിടെയായിരിക്കണം? ഒറിജിനിലായിരിക്കണം. അപ്പം x1 0, m2 എത്രയാ? 10, x2 എത്രയാ? ഈ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള അകലം പറയുന്നുണ്ട്. എത്രയാന്ന് പറയുന്നുണ്ട്? 1 മീറ്റർ എന്ന് പറയുന്നുണ്ട്. 1 മീറ്റർ. അപ്പം 1 മീറ്റർ ഡിവൈഡഡ് ബൈ m1 m2 കൂടെ കൂട്ടി നോക്കിയാൽ 5 kgയും 10 kg കൂടെ കൂട്ടി നോക്കിയാൽ 15 kg. ഇത് നിങ്ങൾക്ക് 2/5 മീറ്റർ എന്ന് കിട്ടി. സോറി, 2/3 മീറ്റർ എന്ന് കിട്ടി. മീറ്റർ. പക്ഷെ ഓപ്ഷൻ സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 200 ഡിവൈഡഡ് ബൈ 5 അല്ലല്ലോ, 3. ഐ ഡിഡ് സംതിങ് റോങ്. ഇതേതാണ് ആൻസർ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയ ആൻസർ 2/3 മീറ്റർ എന്നാണ് കിട്ടിയേ. പക്ഷെ നമ്മുടെ ഓപ്ഷൻ സെന്റിമീറ്ററിലാണ്. അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 3 എന്ന് വന്നു. അത് എത്ര കിട്ടി കുട്ടികളെ? 66.666 അങ്ങനെ പോവും. ഇറ്റ് നെവർ എൻഡ്സ്. നിയർലി എന്നാ ചോദിച്ചത്. നിയർലി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 66.6 നമുക്ക് 67 എന്ന് എഴുതാം. 67. ദാറ്റ്സ് ഓൾ. ഡി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നോക്കൂ. ലുക്ക് ഹിയർ. A ray of light at an angle of incident I on one surface of a small angle prism with the angle of the prism A and emerges normally from the opposite surface. If the refractive index of the material of the prism is mu, then angle of incidence is nearly. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാം കുട്ടികളെ? ഇതൊരു സ്മോൾ ആംഗിൾ പ്രിസം ആണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ആംഗിൾ എ, സ്മോൾ ആംഗിൾ പ്രിസം എ. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരിക്കും കുട്ടികളെ? വാട്ട് വിൽ ദിസ് ആംഗിൾ ബി? ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എ ആയിരിക്കും. കാരണം എന്താണെന്ന് നോക്കിയാൽ ജോമെട്രി അപ്ലൈ ചെയ്യുക. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. കാരണം ഈ ലൈറ്റ് റേ ഓപ്പോസിറ്റ് ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാസ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇത് എ ആണെങ്കിൽ ഇത് 90 - a ആണ്. 90 - a ആണത്. അപ്പൊ ഇത് മൊത്തത്തിൽ കൂട്ടിയാൽ 90 കിട്ടണ്ടേ? അപ്പൊ ഇത് എ ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദെയർ പെർപെൻഡിക്കുലേഴ്സ് ആർ സെയിം. ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ, ഈ രണ്ട് ലൈൻ എടുക്കുക, അത് തമ്മിലുള്ള ആംഗിളും അവയുടെ പെർപെൻഡിക്കുലർ എടുക്കുക. ഇതും അവയുടെ പെർപെൻഡിക്കുലർ ആണല്ലോ, ഈ രണ്ട് ലൈനുകളുടെ പെർപെൻഡിക്കുലർ. അപ്പം ഇതും എ ആയിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കും. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ the perpendiculars of lines are equal. മനസ്സിലായോ? ഇനി നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. ഓക്കെ, ഇത് എയർ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. n1 sin θ1 equal to n2 sin θ2 അല്ലേ? ഇവിടെ θ1 എന്ന് പറയുന്നത് ഐയും θ2 എന്ന് പറയുന്നത് എയുമാണ്. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് സ്നെൽസ് ലോ. ലെറ്റ് മീ റൈറ്റ് n1 sin i എന്ന് പറഞ്ഞാൽ ഞാൻ θ1 എന്ന് എടുക്കാം is equal to n2 sin θ2. θ2 എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. n1 എത്രയാണ് കുട്ടികളെ? 1 sin i. n2 എത്രയാ? മ്യൂ. n1 n2 ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ, അല്ലെങ്കിൽ μ1 sin θ1 is equal to μ2 sin θ2. അപ്പൊ മ്യൂ sin a. ഇനി ഐയും എയും ചെറിയ ആംഗിൾ ആണെങ്കിൽ sin i is nearly equal to ഐയും sin a is nearly equal to a യുമാണ് ഇല്ലേ? അപ്പൊ യു ക്യാൻ റൈറ്റ് ഐ ഈസ് ഈക്വൽ ടു മ്യൂ എ. സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ. ഓക്കെ, മ്യൂ എ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് നിയർലി ഈക്വൽ ടു എ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്യുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ ബോഡി വെയ്റ്റ് 72 Newton on the surface of earth. Okay, what is the gravitational force on it at a height equal to half the radius of the earth? അപ്പൊ ആ ബോഡിയെ ഹാഫ് ദ റേഡിയസ് ഓഫ് ദ എർത്തിലേക്ക് കൊണ്ടുപോയാലും അതിന്റെ മാസിന് വ്യത്യാസം വരുന്നില്ലല്ലോ. അപ്പൊ ഗ്രാവിറ്റി വെയിറ്റിന്റെ റേഷ്യോ W ഡിവൈഡഡ് ബൈ W0 ഈസ് ഈക്വൽ ടു എം വെട്ടിപ്പോവും. അപ്പൊ G ഡിവൈഡഡ് ബൈ G0 എന്ന് എഴുതാം. എന്താണ് ഈ G എന്ന് പറയുന്നത്? ഈ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ഹൈറ്റ് എത്രയാണ്? ഐ മീൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? gm by ടോട്ടൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഫ്രം ദ സെന്റർ ഓഫ് ദ എർത്ത്.
അപ്പോൾ ആർ പ്ലസ് ആർ ബൈ ടു 3r/2 3r/2 സ്ക്വയർ. അതാണ് ആ ഹൈറ്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി G0 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എർത്തിന്റെ സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എർത്തിന്റെ സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് എത്രയാണ്? ഇൻറ്റു റെസിപ്രോക്കൽ എഴുതുന്നു. GM താഴെ എഴുതി ആർ സ്ക്വയർ. ഇത് നമുക്ക് എത്ര കിട്ടി കുട്ടികളെ? 4/9 എന്ന് കിട്ടി. മനസ്സിലായോ? വെയിറ്റ് അറ്റ് ദാറ്റ് ഹൈറ്റ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു 4/9 എന്നാണ് കിട്ടിയത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഇതിൽ വെയിറ്റ് ഓൺ ദ വെയിറ്റ് അറ്റ് ദാറ്റ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 4/9. വെയിറ്റ് ഓൺ ദ സർഫസ് 72 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പോൾ 4/9 ഇൻറ്റു 72 8 4 32 32 എന്ന് കിട്ടും. 32 ന്യൂട്ടൺ. കണ്ടോ? ഈവൻ പകുതി പോലും വെയിറ്റ് ഇല്ല നിങ്ങൾ r/2 ഹൈറ്റിലേക്ക് ഇല്ലുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നോക്കിയ കുട്ടികളെ, an iron rod of susceptibility 599 is subjected to a magnetizing field 1200 ampere meter inverse. The permeability of the material of the rod. നമുക്ക് മെറ്റീരിയൽ ഓഫ് ദ റോഡിന്റെ പെർമിയബിലിറ്റി ആണ് വേണ്ടത്. ഈ പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് μ0 ഇൻറ്റു റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദാറ്റ് മീഡിയം ആണ്. μ0 μr നമ്മൾ പഠിച്ചിട്ടുണ്ട്. μ is equal to μ0 μr അല്ലെങ്കിൽ μr is equal to μ/μ0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ μ is equal to μ0യുടെ വാല്യൂ എത്രയാ? ലെറ്റ് മീ റൈറ്റ് μ0. μrനെ നമുക്ക് എന്ത് എഴുതാം? 1 + chi m എന്ന് എഴുതാം. chi m മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. μr is equal to 1 + chi m. വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. chi m ഇവിടെ തന്നിട്ടുണ്ട് 599. അതിനോട് 1 ആഡ് ചെയ്താൽ മതി 600 എന്ന് വരും. μ0യുടെ വാല്യൂ അറിയാമല്ലോ, എത്രയാണ്? 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 600. അപ്പൊ 6 4 24. അപ്പൊ 2.4 π ഇൻറ്റു 10⁻⁻4 ടെസ്ല മീറ്റർ ആംപിയർ ഇൻവേഴ്സ്. ഇതാണ് ആൻസർ. അപ്പൊ ഈ ഓപ്ഷനിലുണ്ടല്ലോ, അല്ല ഈ ക്വസ്റ്റ്യനിലുണ്ടല്ലോ, നമുക്ക് വേണ്ടാത്ത ഒരു കാര്യം തന്നിട്ടുണ്ട്. മാഗ്നറ്റൈസിങ് ഫീൽഡ് ഓഫ് 1200 ആംപിയർ മീറ്റർ ഇൻവേഴ്സ്. ഇത് ഈ കാൽക്കുലേഷൻ ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഡേറ്റ ക്വസ്റ്റ്യനിൽ കാണും. അത് കണ്ട് കൺഫ്യൂസ് ചെയ്യരുത്. നിങ്ങൾ ബേസിക് ഇക്വേഷനോട്ട് പോവുക. നിങ്ങൾക്ക് അറിയാവുന്ന 100% അറിയാവുന്ന ക്വസ്റ്റ്യൻ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യനിൽ അൺനെസസറി ഡേറ്റ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫർഗെറ്റ് അബൌട്ട് ദാറ്റ്. Only take whatever the data we require. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് കുട്ടികളെ ഇതിൽ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ? μr, ലെറ്റ് മീ കറക്റ്റ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ മറ്റൊന്നുമല്ല, ദിസ് വൺ. μr is equal to 1 + chi m. This equation is what you have to keep it in your mind. ഓക്കെ, അറിയില്ലെങ്കിൽ ഇത് നോട്ട് ചെയ്തോളുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഫോർ എ ട്രാൻസിസ്റ്റർ ആക്ഷൻ, എന്ന് പറഞ്ഞാൽ NPN ട്രാൻസിസ്റ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. PNP ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്റർ, കോമൺ എമിറ്റർ മോഡ് ഒക്കെ അറിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഞാൻ ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഇതാ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കോമൺ എമിറ്റർ. ഓക്കെ, നമുക്ക് the base region must be very thin and lightly doped. Okay, ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ട്രാൻസിസ്റ്റർ I used as amplifier here. Okay, ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ബേസ് എന്ന് പറഞ്ഞാൽ വളരെ തിൻ റീജിയൻ ആയിരിക്കും, ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ബേസ് ഈസ് വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. ബേസ് തിൻ, ലെറ്റ് മീ റൈറ്റ്. ബേസ് എന്ന് പറയുന്നത് എന്താ? തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ബേസ് എമിറ്റർ ആൻഡ് കളക്ടർ റീജിയൻ ഷുഡ് ഹാവ് എ സെയിം ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. അത് തെറ്റാണ്. ഓക്കെ, ബേസ് റീജിയൻ മസ്റ്റ് ബി വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. അപ്പൊ കറക്റ്റ് ഏതാണ്? ഇത് തന്നെയാണ്. സി, ഇവിടെ കറക്റ്റ് ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ബേസ്
emitter and collector region should have same doping concentration എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബേസ് എമിറ്റർ ആൻഡ് കളക്ടർ റീജിയൻ ഷുഡ് ഹാവ് സെയിം സൈസ് അല്ല. ഇതിന്റെ സൈസ് ഏറ്റവും കൂടുതൽ ആർക്കാണെന്നറിയാം? ഈ കളക്ടറിന്റെ സൈസാണ് ഏറ്റവും കൂടുതൽ, ബേസിന്റെ ഏറ്റവും കുറവ്. നോക്ക്, ആസ് ഫാർ ആ സൈസ് ഈസ് കൺസേൺ, ബേസ് ഈസ് വെരി തിൻ, എമിറ്റർ ഈസ് മോഡറേറ്റ്ലി സൈസ്ഡ്, മോഡറേറ്റ് സൈസ് ആണ്. കളക്ടർ ഈസ് ദ സൈസ് ഓഫ് കളക്ടർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് എമിറ്റർ. ഏറ്റവും കൂടുതൽ സൈസ് ഏതിനാണ്? കളക്ടർ. ഏറ്റവും കുറവ് ബേസിന്. എമിറ്ററിനോ മോഡറേറ്റ്ലി സൈസ് ആയിരിക്കും. ഇനി ബോത്ത് എമിറ്റർ ജംഗ്ഷൻ ആസ് വെൽ ആസ് കളക്ടർ ജംഗ്ഷൻ മസ്റ്റ് ബി ഫോർവേഡ് ബയസ്. നോ, ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസിലും ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയസിലും ആയിരിക്കും. ഒരു നോർമൽ യൂസ്, ഒരു ട്രാൻസിസ്റ്ററിന്റെ നോർമൽ യൂസിൽ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഇൻ ഫോർവേഡ് ബയസ്, ഫോർവേഡ് ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസിലും ബേസ് കളക്ടർ ജംഗ്ഷൻ വിൽ ബി ഇൻ റിവേഴ്സ് ബയസ്. ഇനി ഡോപ്പിംഗ് ലെവൽ പറയുകയാണെങ്കിൽ ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്, എമിറ്റർ ഈസ് ഹെവിലി ഡോപ്ഡ്. ഹെവിലി ഡോപ്പിംഗ് ലെവലാണ് ഞാൻ പറയുന്നത്. എമിറ്റർ ഈസ് ഹെവിലി ഡോപ്ഡ്, കളക്ടർ ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. കളക്ടർ ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. ഓക്കെ, സൈസ് പറയുകയാണെങ്കിൽ എമിറ്ററിന്റെ സൈസ് ആണ് മോഡറേറ്റ്. ഓക്കെ, അപ്പൊ ഡോപ്പിംഗ് ലെവലും സൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. എമിറ്ററിന്റെ സൈസ് കുറവാണെങ്കിലും, സൈസ് കുറവാണ് കമ്പയർഡ് ടു കളക്ടർ, പക്ഷെ ഹെവിലി ഡോപ്ഡ് ആണ്. കളക്ടറിന്റെ സൈസ് വലുതാണ്, പക്ഷെ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. മോഡറേറ്റ്ലി. ബേസിന്റെ സൈസും കുറവാണ്, ലൈറ്റ്ലി ഡോപ്ഡുമാണ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബൈസിലായിരിക്കും, ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബൈസിലുമായിരിക്കും ഫോർ നോർമൽ യൂസ് ഓഫ് എ ട്രാൻസിസ്റ്റർ. മനസ്സിലായല്ലോ ഇല്ല എല്ലാവർക്കും? യെസ്. അടുത്തത്, ലൈറ്റ് വിത്ത് എനർജി ഫ്ലക്സ് 20 watt per centimeter falls on a non-reflecting surface at normal incident having surface area 20 centimeter square. The energy received by surface during time span 1 meter. എന്താണ് ഈ എനർജി ഫ്ലക്സ്? എനർജി ഫ്ലക്സ് എന്ന് കേട്ട് പേടിക്കേണ്ട. എനർജി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി തന്നെയാണ്. എനർജി ഫ്ലക്സ് ഈസ് നത്തിങ് ബട്ട് ഇന്റൻസിറ്റി. എനർജി റിസീവിങ് ഫർ എനർജി ഫ്ലക്സ് ഓഫ് സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ ഒരു സെക്കൻഡിൽ പതിക്കുന്ന എനർജിയെയാണ് എനർജി ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇന്റൻസിറ്റി. എനർജി ഫ്ലക്സ് എന്ന് കേൾക്കുമ്പോഴേ ഇന്റൻസിറ്റി എന്ന് ആലോചിച്ചോ, നോ പ്രോബ്ലം. അപ്പൊ ഇന്റൻസിറ്റി ഐ ഈസ് ഈക്വൽ ടു എനർജി ഫ്ലക്സ് ഓർ ഇന്റൻസിറ്റി ഐ ഈസ് ഈക്വൽ ടു എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഇതിൽ നിന്ന് എനർജി കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എനർജി എങ്ങനെ കണ്ടുപിടിക്കും? എനർജി ഫ്ലക്സിനെ ഏരിയയും ടൈമും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ എനർജി ഫ്ലക്സ് എനർജി ഈസ് ഈക്വൽ ടു എനർജി ഫ്ലക്സ് എത്രയാ? 20. ഏരിയ ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്, പക്ഷേ ഏരിയ സെന്റിമീറ്റർ സ്ക്വയറിലാണ് വന്നിട്ടുള്ളത്. അത് രണ്ട് വെട്ടിപ്പൊക്കോളും, നിങ്ങൾ മീറ്ററിലോട്ട് മാറ്റാനൊന്നും നിൽക്കണ്ട. സെന്റിമീറ്റർ സ്ക്വയർ വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ, ഇവിടെ നോക്കിയ സെന്റിമീറ്റർ സ്ക്വയറിലാണ് ഏരിയ വന്നിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എഴുതാം 20. ടൈം എത്രയാ? 1 minute. 1 minute എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ്. അപ്പൊ 6 4 24, 6 2 12 24, പിന്നെ 10 to the power 3. 24 into 10 to the power 3 ജൂൾ ആണോ അവിടെ പതിച്ച എനർജി? 24 into 10 to the power 3 ജൂൾ. അപ്പൊ എനർജി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസിറ്റി ആണ്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് റേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം, എനർജി ഫ്ലക്സ് ഈസ് ദ എനർജി received in a unit area in a unit time. Energy being received in unit area in unit time. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A short electric dipole has dipole moment of 16 into 10 to the power 9 coulomb meter. The electric potential due to dipole at a point at a distance 0.6 meter from the center of the dipole situated on a line making an angle 60 with the dipole axis. Dipole ഉണ്ടാക്കുന്ന എന്താണ് നമുക്ക് വേണ്ടത്? പൊട്ടൻഷ്യൽ ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡ് അല്ല കേട്ടോ. വാട്ട് വി വാണ്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അല്ല പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ? ഒരു ഡൈപോളിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. ഇത് മൈനസ് ക്യൂ ചാർജ്, ഇത് പ്ലസ് ക്യൂ ചാർജ്. If you take a point at a distance r making an angle theta with
theta with dipole moment ഈ ഡയറക്ഷനിലാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് 1/4πε0. അത് ഞാൻ K എന്ന് എഴുതി. P cos theta divided by R square. 1/4πε0 P dot R gap divided by R square എന്നൊക്കെ വേണം. ഇതിനെ വെക്ടർ ഫോമിലും എഴുതാം നമുക്ക്. P dot R gap divided by R square അല്ലെങ്കിൽ P cos theta divided by R square. ഈ ഇക്വേഷൻ അറിയാതെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾ വേറെ എന്തറിഞ്ഞിട്ടും കാര്യമില്ല. ഇഫ് യു ഡോണ്ട് നോ ദിസ് ഇക്വേഷൻ യു കനോട്ട് ഡു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ഇക്വേഷനും കാണാതെ പഠിക്കണം. ഈ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിൽ ഇക്വേഷൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ അറിയില്ലാത്ത കുട്ടികൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇക്വേഷൻ പഠിക്കുക. കെയുടെ വാല്യൂ 9 × 10⁻9. പിയുടെ വാല്യൂ എത്രയാണ് കുട്ടികളെ? 16 തന്നിട്ടുണ്ട്. 16 × 10⁻−9. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 60, അതിൻ്റെ വാല്യൂ 1/2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.6ൻ്റെ സ്ക്വയർ. അപ്പോൾ 0.6 × 0.6. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 9 വെട്ടിപ്പോയി 2 16 8 നമുക്ക് 200 വോൾട്ട് എന്ന് കിട്ടും. 200 വോൾട്ട് ഈസ് ദ ആൻസർ. ഓക്കെ, 200 വോൾട്ട്. ഇപ്പം ഇക്വേഷൻ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. വേറെ മാർഗമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇക്വേഷന് നല്ല പ്രാധാന്യം കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ കുട്ടികളെ. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ് വിത്ത് വെലോസിറ്റി. 20 m/s from the top of a tower. It hits the ground after some time with velocity 80. The height of the tower. ഡൗൺവേർഡ് ത്രോ ചെയ്യുന്ന, ഞാനിവിടെ വരച്ചിട്ടുള്ള ഡയഗ്രാം അപ്വേർഡ് ആയിപ്പോയി. ഇതല്ല സിറ്റുവേഷൻ കേട്ടോ. എന്താണ്? ഒരു ഹൈറ്റ് ഇവിടുന്ന് ഡൗൺവേർഡ് u വെലോസിറ്റിയിൽ ത്രോ ചെയ്തു. താഴെ ഇവിടെ എത്തി. ലുക്ക്, ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി v ആയി. നമുക്ക് ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ്. അപ്പോൾ u ഉണ്ട്, v ഉണ്ട്, ഹൈറ്റ്. അപ്പോൾ v² - u² = 2as നമുക്ക് അപ്ലൈ ചെയ്യാം. v² - u² = 2a. എന്ന് പറഞ്ഞാൽ g, s എന്ന് പറഞ്ഞാൽ h ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, v² എത്രയാണ് കുട്ടികളെ? v² എന്ന് പറഞ്ഞാൽ 80², u² എന്ന് പറഞ്ഞാൽ 20² = 2 × 10 × h. ഞാനിത് ചെയ്യാൻ എളുപ്പത്തിന് 20 ഇവിടെ കോമൺ, 20² കോമൺ പുറത്തിടുക കേട്ടോ. 20² കോമൺ ആയിട്ട് പുറത്തേക്ക് ഇടുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് 20². ഇപ്പം 20² പോയാൽ പിന്നെ 20 പോയാൽ പിന്നെ ഇവിടെയുള്ളത് 4 ഉള്ളൂ. അപ്പോൾ 4², അവിടെ ഒരു 1² = 20h എന്ന് കിട്ടി. അപ്പോൾ ഒരു 20 വെട്ടിക്കളയാം. h = നമുക്ക് 20 × 15 എന്ന് വന്നു. അപ്പോൾ 300 meter. Answer is 300 meter is the height. ഓക്കെ, ഇത് ഡയറക്റ്റ് ഫോർമുലയല്ലേ, ഒന്നും പറയാനില്ലല്ലോ. v² - u² = 2as നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഫോർമുലയുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. വേറെ ഒന്നും ഇതിൽ പറയാനില്ല. ഓക്കെ, ഗുഡ്. കാൽക്കുലേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, സ്ക്വയർ വലിയ സംഖ്യ ആക്കരുത്. നിങ്ങൾ കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് ഇടുക. അപ്പം ചെറിയ സ്ക്വയറേ ഇതിൻ്റെ ഉള്ളിൽ വരികയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടൈം പോകും കേട്ടോ. ഡോണ്ട് ഡു ദാറ്റ്. കോമൺ ആയിട്ട് എന്താണോ ഉള്ളത് അതെടുത്ത് പുറത്തേക്ക്. 20² കോമൺ ആണ്. ഇതിലും ഉണ്ട് 20² ഇല്ലേ? കാരണം 80നെ 20 × 4 എന്ന് എഴുതാം. 20 × 4. അപ്പം 20² × 4² ആണ് 80². അപ്പം 20 കോമൺ ഔട്ട് ചെയ്തു, പിന്നെ ഇങ്ങനെ ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് വയർ കണക്റ്റഡ് ഇൻ ലെഫ്റ്റ് ഗ്യാപ്പ് ഓഫ് മീറ്റർ ബിറ്റ് ബാലൻസസ് എ 100 ohm റെസിസ്റ്റൻസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ്. അപ്പം ലെഫ്റ്റ് ഗ്യാപ്പിൽ ഒരു റെസിസ്റ്റൻസ് R ഉണ്ട്, റൈറ്റ് ഗ്യാപ്പിൽ 100 ohm ഉണ്ട്. ഓക്കെ, ഗ്യാപ്പ് പോയിന്റ്സ് ഡിവൈഡ്സ് ദ മീറ്റർ ബിറ്റ് ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ L = 100 - L എന്ന് പറയുന്നത് 3:2 ആണ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ റെസിസ്റ്റൻസ് വയർ ഈസ് 15 meter, ലെങ്ത് ഓഫ് ദ റെസിസ്റ്റൻസ് വയർ 15 meter ആണെങ്കിൽ
ഏത് നമ്മൾ വെച്ചിട്ടുള്ള ഈ രണ്ട് ഗ്യാപ്പിൽ ഓരോരോ റെസിസ്റ്റൻസ്. ഇവിടെ 10 ഓം വെച്ചു, ഇവിടെ ആറാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത് ആണ് പറഞ്ഞിട്ടുള്ളത് 1.5 മീറ്റർ. Then the length of 1 ohm of resistance wire will be 1 ohmന്റെ ലെങ്ത് എത്രയായിരിക്കും എന്ന ചോദ്യം. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള മീറ്റർ ബിറ്റ്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാൻ മതി. R ഡിവൈഡഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ 10 ഈസ് ഈക്വൽ ടു L ഡിവൈഡ് ബൈ 100 മൈനസ് L. അത് ഏത് റേഷ്യോ എന്ന് പറയുന്നുണ്ട്? 3/2. ഇതിൽ നിന്ന് നമുക്ക് R കിട്ടി. R ഈസ് ഈക്വൽ ടു 15 കിട്ടി. 15 ohm. 15 ഓമിൻ്റെ ലെങ്ത് ആണ് 1.5 മീറ്റർ. അപ്പം ലെങ്ത് ഓഫ് 1 ഓം, ലെങ്ത് ഓഫ് 1 ഓം റെസിസ്റ്റൻസ് എന്താണ് കുട്ടികളെ? എന്ത് ചെയ്യണം നമ്മളത് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? 1.5 ഡിവൈഡഡ് ബൈ 15 ചെയ്യണം. അപ്പോൾ എത്രയായി? 0.1 മീറ്റർ. 0.1 മീറ്റർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ 10⁻⁻1 മീറ്റർ ആണ് 1 ഓം റെസിസ്റ്റൻസിൻ്റെ ലെങ്ത്. എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്ററിൽ നിന്ന് 1 ഓം റെസിസ്റ്റൻസ് ഉള്ള പീസ് മുറിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് 0.1 ഓം ആയിരിക്കും, 0.1 മീറ്റർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ യുറേനിയം ഐസോട്ടോപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. U-235-92 is bombarded with a neutron. That's very important. Bombarded with a neutron ഇവിടെ പറയുന്നുണ്ട്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ട്രാൻസ്മുട്ടേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ. ആർട്ടിഫിഷ്യൽ ട്രാൻസ്മുട്ടേഷൻ. ബോംബാർഡഡ് വിത്ത് എ ന്യൂട്രോൺ. എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ക്രിയേറ്റ്സ് ക്രിപ്റ്റോൺ ആൻഡ് 3 ന്യൂട്രോൺസ് ആൻഡ്. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി ബാലൻസ് ചെയ്താൽ മതി കുട്ടികളെ. യുറേനിയം, ലുക്ക് വി ഹാവ് ദിസ് ഇക്വേഷൻ. യുറേനിയം 92, പിന്നെന്താണ് 235 ബോംബാർഡഡ് വിത്ത് എ ന്യൂട്രോൺ എന്നാണ് പറഞ്ഞത്. ബോംബാർഡഡ് വിത്ത് എ ന്യൂട്രോൺ. ന്യൂട്രോണിൻ്റെ മാസ് 1, ചാർജ് 0. ഇത് എന്ത് തന്നു നമുക്ക്? ക്രിപ്റ്റോൺ തന്നു. ഒരു സംഭവം ക്രിപ്റ്റോൺ ആണ്. ക്രിപ്റ്റോൺ അതെത്രയാണ്? 36, 144, 36, then 89 പ്ലസ് 3 ന്യൂട്രോണുകളും തന്നു. 3 ന്യൂട്രോൺ. ഇതെന്ത് ചെയ്യണമെന്നറിയാം? ഇത് രണ്ടും നിങ്ങൾ ബാലൻസ് ചെയ്യണം. 92 പ്ലസ് 0, 92. അപ്പോൾ 36, 3 zeros 36. അപ്പം 92-ൽ നിന്ന് 36 കുറയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ സംഭവം കിട്ടും. ബാലൻസ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, 92-ൽ നിന്ന് 36 സബ്ട്രാക്ട് ചെയ്യുക. എത്ര കിട്ടി? ലെറ്റ് മീ റൈറ്റ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 56 എന്ന് കിട്ടി. 56. അതുപോലെ ടോപ്പും 236 പ്ലസ് 1, 235 പ്ലസ് 1, 236 ആണ് ഇവിടെ മൊത്തത്തിലുള്ളത്. ഇവിടെയും 236 ആയിരിക്കണം. അപ്പോൾ 89 പ്ലസ് 3 ones 92. അപ്പോൾ 236-ൽ നിന്ന് 92 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 144 കിട്ടും. 144. അപ്പോൾ ഏതാണ് സംഭവം എന്നറിയാമോ? ഇറ്റ് ഈസ് ബേരിയം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, യുറേനിയത്തിനെ ആർട്ടിഫിഷ്യൽ ട്രാൻസ്മുട്ടേഷന് വിധേയമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേരിയവും ക്രിപ്റ്റോണും കിട്ടും. ആൻസർ ഈസ് ബേരിയം. ഇത് ബാലൻസിങ് പ്രോസസ്സാണ് കേട്ടോ. ആറ്റോമിക് നമ്പറുകൾ ബാലൻസ് ചെയ്യുക, മാസ് നമ്പറും ബാലൻസ് ചെയ്യുക. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ വരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ലോങ് സോളിനോയിഡ് ഓഫ് 50 centimeter ലെങ്ത് ഹാവിംഗ് 100 turns carries a current 2.5 ampere. The magnetic field at the center of the solenoid. Magnetic field at the center of the solenoid equation നിങ്ങൾക്കറിയാം. Magnetic field is equal to mu0 Ni ആണ്. Ni, magnetic field at the center, where N is the number of turns per unit length. പക്ഷേ ഇവിടെ ടോട്ടൽ ലെങ്തും ടോട്ടൽ ടേൺസും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം നമുക്ക്. mu0 N/L into I. N/L എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത്. അപ്പോൾ B is equal to mu0യുടെ വാല്യൂ അറിയാലോ നിങ്ങൾക്ക്. 4 into 10⁻⁻7. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് 100. അതുള്ളത് 50 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ 50 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണം. 10⁻³ ഇൻറ്റു
I എത്രയാണ് 2.5. ഇത് 2 pi into 10 to the power minus 4. അപ്പോൾ 6.28 എന്ന് കിട്ടും. B is equal to 6.28 into 10 to the power minus 4 ടെസ്ല എന്ന് കിട്ടും. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ദ ആവറേജ് തെർമൽ എനർജി ഫോർ എ മോണോ ആറ്റോമിക് ഗ്യാസ് ഈസ്. മോണോ ആറ്റോമിക് ഗ്യാസിൻ്റെ ആവറേജ് തെർമൽ എനർജി. തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. തെർമൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി തന്നെയാണ്. ഓക്കെ, ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ദ ഇന്റേണൽ എനർജി ഇസ് ദ സം ഓഫ് കൈനറ്റിക് എനർജീസ് ഓഫ് ഓൾ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി എത്ര? കൈനറ്റിക് എനർജി ആവറേജ് കൈനറ്റിക് എനർജി പെർ മോൾ, മോളല്ല മോളിക്യൂൾ, ഈസ് ഈക്വൽ ടു 3/2 kBT. 3/2 kBT. 3/2 kBT. KB is Boltzmann constant. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT. 3/2 kBT ആവറേജ് കൈനറ്റിക്. ഇത് ഡയറക്റ്റ് ഫോർമുലയാണ്. NCERT-യിലുണ്ട്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ചാപ്റ്റർ +1 കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Capillary tube of radius r is immersed in water and water rises in it to a height h. h ഹൈറ്റിലോട്ട് വാട്ടർ റൈസ് ചെയ്തു. Mass of water in the capillary tube is 5 gram. 5 gram water raise ചെയ്തു കേട്ടോ. Another capillary tube of radius 2r immersed in water, the mass of water that will raise in the tube. കുട്ടികളെ ഇതേ ക്വസ്റ്റ്യൻ ഈ എക്സാമിന് മാത്രമല്ല, ഇതിന് മുമ്പുള്ള 2 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ. ഇത് 3rd ടൈമാണ് ലാസ്റ്റ് ഇയർ ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്ന്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ട്യൂബിൻ്റെ ഉള്ളിലെ വാട്ടറിൻ്റെ ഹൈറ്റ്, ട്യൂബിൻ്റെ ഉള്ളിലെ വാട്ടറിൻ്റെ മാസ് എങ്ങനെയാണ് കുട്ടികളെ കാണുക? ഹൗ വിൽ യു ഫൈൻഡ് ദ മാസ്? ഇതിൻ്റെ ഉള്ളിലെ മാസ് എങ്ങനെയാണ് കാണുക? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ പോരെ. ഓക്കെ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസ് കിട്ടും. ദാറ്റ്സ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു. മാസ് ഓഫ് വാട്ടർ ഇൻസൈഡ് ദ ട്യൂബ് ഈസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എന്ന് പറഞ്ഞാൽ πr² h, അതാണ് വോളിയം, ഇൻറ്റു ഡെൻസിറ്റി റോ. റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇനി എച്ച് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എച്ച് ക്യാപിലറി റേസ്, ആൻഡ് എച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം 2t cos θ. 2t cos θ ഓർമ്മയുണ്ടോ? ക്യാപിലറി റേസിൻ്റെ ഇക്വേഷൻ ROG, ക്യാപിലറി റേസിൻ്റെ ഇക്വേഷൻ. അപ്പം എച്ച് ഞാനിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു കേട്ടോ. 2t cos θ ഡിവൈഡ് ബൈ ROG സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം മാസ് ഈസ് ഈക്വൽ ടു πr². എച്ച് റോയോട് എഴുതി എന്നിട്ട് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എച്ചിൻ്റെ ഇക്വേഷൻ എന്താണ് കുട്ടികളെ? 2t cos θ ഡിവൈഡഡ് ബൈ ROG. ഇവിടെ r മാത്രം നോക്കിയാൽ മതി, എനിക്ക് ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല. r ഡിപ്പെൻഡൻസ് നോക്ക്. ഇവിടെ ഒരു r² ഉണ്ട്, ഇവിടെ ഒരു r ഉണ്ട്, ഒരു r വെട്ടിപ്പോവും. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു r. അത് മാത്രം, r ഡിപ്പെൻഡൻസ് എന്താണെന്ന് ഞാൻ നോക്കുകയാണ്. കാരണം ഈ സിറ്റുവേഷനിൽ റേഡിയസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ലിക്വിഡ് സെയിം ലിക്വിഡാണ്, വാട്ടർ തന്നെയാണ്. ടി, റോ, ജി ഇവയ്ക്കൊന്നും മാറ്റമില്ലല്ലോ. ഒരു കാര്യം മാത്രമേ മാറിയിട്ടുള്ളൂ. ഏത്? റേഡിയസ് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ റേഡിയസുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. മാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു റേഡിയസ്. അപ്പം മാസ്, ന്യൂ മാസ് m' എന്ന് എഴുതാം, ഡിവൈഡ് ബൈ ഓൾഡ് മാസ് ഈസ് ഈക്വൽ ടു 2r ഡിവൈഡഡ് ബൈ r. ശരിയല്ലേ കുട്ടികളെ? 2r ഡിവൈഡ് ബൈ r. പുതിയ റേഡിയസ് 2r ആണ്. അപ്പം m' ഈസ് ഈക്വൽ ടു 2 ടൈംസ് m. m എത്രയാ? 5 gram എന്ന് തന്നിട്ടുണ്ട്. അപ്പം 2 × 5 gram എന്ന് പറഞ്ഞാൽ 10 gram വാട്ടർ ഉണ്ടാവും. അപ്പം 10 gram വാട്ടർ. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ ഈ ക്വസ്റ്റ്യൻ ഈ എക്സാമിന് മുമ്പ്, ലാസ്റ്റ് ഇയർ ചോദിക്കുന്നതിന് മുമ്പ് വേറെ 2 തവണ ചോദിച്ചിട്ടുണ്ട്. 2 തവണ, 2 times. ഓക്കെ, ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തായിരുന്നു. കുട്ടികൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ബാക്കി 2 വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്.
നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇൻ EM വേവ്സ് എത്രയാണ് കുട്ടികളെ? UE എന്ന് ഞാൻ എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ നോട്ട് E സ്ക്വയർ ആണ്. E സ്ക്വയർ. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി EB എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു B സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 mu naught ആണ്. ഇത് രണ്ടും ആക്ച്വലി സെയിം ആണ് കേട്ടോ. എങ്ങനെ സെയിം ആവുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇതും ഇക്വേഷൻ നോക്കുമ്പോൾ രണ്ടും പോലെ തോന്നിച്ചാലും ഇത് രണ്ടും ഒരേ സാധനമാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണെന്നറിയാം. ഈ ഇക്വേഷൻ എടുത്തിട്ട് രണ്ട് കാര്യങ്ങളിൽ മാറ്റം വരുത്തുകയാണ്. എനിക്കറിയാം ബിക്ക് നമുക്ക് E/C എന്ന് എഴുതാം. E/C. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. UB is equal to E square by 2C square mu naught. ഇനി C എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? C is equal to 1 divided by root mu naught epsilon naught ആണ്. അപ്പൊ C square അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ E square divided by 2 1 divided by mu naught epsilon naught multiplied by mu naught. Epsilon naught മുകളിലോട്ട് പോയി അല്ലേ? അപ്പൊ ഹാഫ് എപ്സിലോൺ നോട്ട് E സ്ക്വയർ തന്നെ കിട്ടി. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തതെന്ന് മനസ്സിലായോ? മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഹാഫ് എപ്സിലോൺ നോട്ട് E സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി അല്ല കേട്ടോ. എനർജി ഡെൻസിറ്റി ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് എനർജി ഡെൻസിറ്റി ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആർ ഈക്വൽ. ഇക്വേഷൻ രണ്ടും പോലെയാണെങ്കിലും ഒരു ഇക്വേഷനെ ആ ഇക്വേഷനോട്ട് മാറ്റി എഴുതാൻ പറ്റും നമുക്ക്. പ്രൂവ്ഡ്. എന്താണ് പ്രൂവ് ചെയ്തത്? എനർജി ഡെൻസിറ്റി ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഇൻ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പ്രൂവ് ചെയ്തു എനർജി ഡെൻസിറ്റി. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് വലുത്. ഓസിലേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഹൈ compared to oscillation of magnetic field, but energy density in both field are same. The answer is 1:1 ആണ് കേട്ടോ. Important, very important. ഓർത്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Assume that the light of wavelength 600 nanometer is coming from a star. The limit of resolution of telescope whose objective has diameter of 2 meter. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒറ്റ അടിക്ക് ആൻസർ കിട്ടുന്നതാണ്. ഒറ്റ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ തീറ്റ മിൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. തീറ്റ എന്ന് എഴുതിക്കൂ. ദ മിനിമം ആംഗുലാർ സെപ്പറേഷൻ അറ്റ് വിച്ച് വി ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് ദ സ്റ്റാർ, വാട്ട് ഈസ് ദാറ്റ്? ഈസ് ഈക്വൽ ടു 1.22 into 1.22 lambda by d. D is the diameter of the objective. 1.22 lambda by d. 1.22 lambda by d. ഓർത്തിരിക്കണം. 1.22 lambda by d. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു 1.22 ലാംഡ എത്രയാണ് കുട്ടികളെ? 6 നാനോ അല്ലേ? അപ്പൊ 10⁻⁹. ഡയമീറ്റർ എത്രയാണ്? 2. അപ്പൊ 3.66 into 10 to the power -7 റേഡിയൻ എന്ന് കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം നിങ്ങൾ? ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. വേറെ മാർഗമൊന്നുമില്ല. ചെറിയൊരു ഇക്വേഷനാണ്. 1.22 ലാംഡ ബൈ ഡി തീറ്റ മിൻ. ഇനി ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഇനി റീസോൾവിങ് പവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. റീസോൾവിങ് പവർ ആണെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ആ ഇക്വേഷൻ കാണാതെ പഠിക്കണം കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വയർ ഓഫ് ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A is hanging from a fixed support. The length of the wire changes to L1 when M is suspended from free end. The expression for Young modulus. Young modulus എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് കുട്ടികളെ. Young modulus is equal to Y is equal to stress. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ L by L. അപ്പൊ ഡെൽറ്റ L
ബൈ എൽ എന്നുള്ളത് ഞാൻ മുകളിലോട്ട് എഴുതി. ഇനി ഡെൽറ്റ എൽ എന്താണ്? എഫ് എന്താണ്? എഫ് എം ജി ആണ്, എം ആണ് ഹാങ് ചെയ്യുന്നത്. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ എം ജി. പിന്നെ എൽ തന്നെ എഴുതി. ഏരിയ എ, ഏരിയ ഈസ് എ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ ലെങ്ത് L1, ഇനീഷ്യൽ ലെങ്ത് L. അപ്പൊ L1 മൈനസ് എൽ. Therefore your answer is MGL divided by A, L1 minus L. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എനർജി required to break one bond of DNA is this much joule. The value of electron voltiലേക്ക് മാറ്റുക. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണമെങ്കിൽ 1.6 into 10 to the power minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 10 to the power minus 20 ജൂൾ എന്ന് പറയുന്നത് 10 to the power minus 20 divided by 1.6 into 10 to the power minus 19. ഏതാണ് യൂണിറ്റ്? ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട്. അപ്പം ദിസ് ടേൺസ് ഔട്ട് ടു ബി 1. ഈ ഇക്വേഷൻ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. 1 by 1.6ന്റെ വാല്യൂ 0.625 ആണ്. 0.625. 1 divided by 1.6ന്റെ വാല്യൂ 0.625 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് എന്താ? 0.625 into 10 to the power minus 1 എന്നാ വന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0625 യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട്. പക്ഷേ ഈ 25 അവിടെ എഴുതിയിട്ടില്ല, 0.06 മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ട്രങ്കേറ്റഡ് ടു 2 significant figures. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a certain region of space with volume 0.2 meter cube, the electric potential is found to be 5 volt throughout. 5 volt throughout. അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? 5 volt throughout. Potential is constant. The magnitude of electric field in this region. ആ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? E is equal to minus dV by dr. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. പക്ഷേ V is constant. V is constant എന്ന് ക്വസ്റ്റ്യനിലും ഉണ്ട്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് എ കോൺസ്റ്റന്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0 ആയിരിക്കും. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഒരു റീജിയനിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ചാർജ്ഡ് ഷെൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചാർജ് കണ്ടക്ടർ ആയിക്കോട്ടെ, ഈ കണ്ടക്ടറിന്റെ എല്ലാ പോയിന്റും ഒരേ പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഈസ് സെയിം എവരിവെയർ പൊട്ടൻഷ്യൽ ഈസ് സെയിം എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. വി ഈസ് കോൺസ്റ്റന്റ്. വി കോൺസ്റ്റന്റ് ആകുന്നിടത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും കുട്ടികളെ. വി കോൺസ്റ്റന്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മീൻ ഫ്രീ പാത്ത് ഫോർ എ ഗ്യാസ് വിത്ത് മോളിക്കുലാർ ഡയമീറ്റർ d ആൻഡ് നമ്പർ ഡെൻസിറ്റി n ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. ഈ ക്വസ്റ്റ്യൻ phase 2-ലും ചോദിച്ചായിരുന്നു. phase 2-ൽ ഒരു ചെറിയ മാറ്റം വരുത്തിയുള്ളൂ. മീൻ ഫ്രീ പാത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്നാ ചോദിച്ചത്. അപ്പൊ മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ L ആണ് NCERT-ൽ മീൻ ഫ്രീ പാത്ത് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ചില ബുക്കിനകത്ത് ലാംഡ എന്ന് കൊടുക്കും മീൻ ഫ്രീ പാത്ത്. NCERT-ൽ L എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് L ഈസ് ഈക്വൽ ടു 1 divided by root 2 pi n d square ആണ് കേട്ടോ. pi n d square. root 2 pi n d square. That's the equation for mean free path. NCERT-ൽ തന്നിട്ടുണ്ട്. ഏതാ ചാപ്റ്റർ എന്നറിയാലോ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ ലാസ്റ്റ് പോർഷനിൽ മീൻ ഫ്രീ പാത്ത് എന്ന ടോപ്പിക് വന്നിട്ടുണ്ട്. വായിച്ചു നോക്കാം. ഈ ഇക്വേഷൻ കാണാൻ പഠിക്കണം. ഇക്വേഷൻ ഷുഡ് ബി സ്റ്റഡിഡ് ബൈ ഹാർട്ട്. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ കാണാൻ പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ഫ്രം റെസ്റ്റ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട്. ഓക്കെ, the de Broglie wavelength of electron is 1.227 into 10 to the power minus 2 nanometer into 10 to the power minus 2 nanometer. The potential difference is delta V എത്രയാണെന്നാണ്. കുട്ടികളെ, നമുക്ക് ബേസിക് ഇക്വേഷനിലോട്ട് പോവാം. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക് ഇക്വേഷനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്താ എഴുതുന്നത്? H/P എന്നാണ് എഴുതുന്നത്. ഈ P എന്ന് പറഞ്ഞ കൈനറ്റിക് എനർജി ഇട ടേമിൽ എഴുതാം. ഡിവൈഡ് ബൈ root 2 mk.
Momentum can be written as root 2 mke. ke എന്ന് പറഞ്ഞ കൈനറ്റിക് എനർജി. ഇവിടെ ഞാൻ കെ എന്ന് എഴുതിയതേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഈ ചെറിയ ഇലക്ട്രോണിന്, ചെറിയ അറ്റോമിക് പാർട്ടിക്കിളിന് എങ്ങനെയാണ് കൈനറ്റിക് എനർജി കിട്ടുക? ആ പാർട്ടിക്കിളിനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ കൂടെ ആക്സലറേറ്റ് ചെയ്യുമ്പോഴാണ് കൈനറ്റിക് എനർജി കിട്ടുക. അപ്പോൾ എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് 2m QE എന്ന് പറഞ്ഞാൽ QV എന്ന് പറയുന്നത് EV എന്ന് എഴുതണം. ഇലക്ട്രോൺ ആണ് EV. ഇനി നിങ്ങൾ ഇവിടെ നോക്കി H2ME ഇത്രയും സാധനം കോൺസ്റ്റന്റ് അല്ലേ? ഇത്രയും സാധനം കോൺസ്റ്റന്റ്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കോൺസ്റ്റന്റ് അല്ല. ഇതേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഒരു ഇലക്ട്രോണിന്റെ കേസിൽ ഓൺലി ദിസ് വി ക്യാൻ ചേഞ്ച്. അതിന്റെ മാസ്, അതിന്റെ ചാർജ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇതൊന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി അല്ല, ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി അല്ല. വോൾട്ട് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.227 ഡിവൈഡഡ് ബൈ റൂട്ട് വി, ഞാൻ പറഞ്ഞല്ലോ വി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നാനോമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതാ? ലാംഡ ഈസ് ഈക്വൽ ടു 1.227 ഡിവൈഡഡ് ബൈ വി റൂട്ട് വി. ഏതാണ് യൂണിറ്റ്? നാനോമീറ്റർ. വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ V, its wavelength will be this. Its wavelength. ഒരു ഇലക്ട്രോണിനെ വി പൊട്ടൻഷ്യൽ കൂടെ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് ഇതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കാണാതെ പഠിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാണാതെ പഠിച്ചു വെക്കണം. ഇനിയും നമുക്ക് എന്താ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്? വി ആണ് വേണ്ടത്. അപ്പൊ വേവ് ലെങ്ത് തന്നിട്ടുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ആർ ഗിവൺ വാട്ട്? 1 പോയിന്റ്. വേവ് ലെങ്ത് നമ്മുടെ ഈ തന്നിട്ടുള്ളത് എന്താ? 1.227 ഇൻറ്റു 10⁻². നാനോമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1.227 ഡിവൈഡഡ് ബൈ റൂട്ട് വി. അപ്പോൾ ഇതിങ്ങോട്ട് എടുക്കുക, ഇതിങ്ങോട്ട് എടുക്കുക, സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വി ഈസ് ഈക്വൽ ടു 10⁴ എന്ന് കിട്ടി. സ്ക്വയർ ചെയ്തു, അറേഞ്ച് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 10⁴ എന്ന് കിട്ടി. 10⁴ വോൾട്ട്. അപ്പൊ ഈ ഇക്വേഷനിൽ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? ഇത് പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു വെക്കണം. ഇത് ഏത് റൂട്ടിൽ വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് നോക്കുക. എപ്പോഴും ഇക്വേഷന്റെ ഡെറിവേഷൻ അറിയാമെങ്കിൽ അത് ഓർത്തിരിക്കാൻ എളുപ്പം കിട്ടും. എങ്ങനെയാണ് ഈ ഇക്വേഷനിൽ ഞാൻ എത്തിച്ചേർന്നത്? ഇത് ബേസിക് ഇക്വേഷൻ ആണ് കേട്ടോ. ഇതിന് ഡെറിവേഷൻ ഇല്ല. ഇത് ഡി ബ്രോയി ഹൈപ്പോത്തസിസ് ആണ്. ഏത്? ലാംഡ ഈസ് ഈക്വൽ ടു h/p. ഓക്കെ, ഫ്രം ദാറ്റ് യു ക്യാൻ ഗോ ഓൾ ദ വേ അപ് ടു ഹിയർ. ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. In a guitar, 2 strings A and B made up of same material are slightly out of tune and produce bits of frequency 6 Hz. തുടക്കത്തിൽ ഈ ഗിറ്റാറിന്റെ സ്ട്രിംഗ് ഉണ്ടാക്കുന്ന ഫ്രീക്വൻസി 6 Hz ആണ്. When the tension B is slightly increased, tension in B is slightly decreased, the bit frequency increased to 7. 6 എന്നുള്ളത് 7 ആയി. If the frequency of A is 530 Hz, the original frequency of B എത്ര എന്നാ ചോദ്യം. ഓക്കെ, ഒരെണ്ണത്തിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ബിറ്റ്സ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഫ്രീക്വൻസിക്ക് 2 ചാൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും, നോക്കി 530 മൈനസ് ഫ്രീക്വൻസി ഓഫ് ബി ആയിരിക്കും എന്ത്? 6. ഇങ്ങനെയാണോ നിർബന്ധമില്ല, നേരെ തിരിച്ചു എഴുതാം. ന്യൂ ബി മൈനസ് 530 ആയിരിക്കും 6. ഇതിൽ ഒരെണ്ണവേ കറക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ 2 പോസിബിലിറ്റി എഴുതിയാലും ഒരെണ്ണേ അതിൽ കറക്റ്റ് ഉള്ളൂ. ആ കറക്റ്റ് ഏതാണെന്ന് അറിയാനാണ് ഈ സെന്റൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, ഏത് സെന്റൻസ് അറിയാമോ? വെൻ ടെൻഷൻ ഇൻ ബി സ്ലൈറ്റ്ലി ഇൻക്രീസ്, ബിറ്റ് ഫ്രീക്വൻസി ഇൻക്രീസ് ടു 7. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. വെൻ ടെൻഷൻ ബി സ്ലൈറ്റ്ലി ഇൻക്രീസ്, ടെൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെൻഷൻ ഇൻ ബി ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ ഫ്രീക്വൻസിയും ഇൻക്രീസ് ചെയ്യും കുട്ടികളെ. ന്യൂ ബി ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു റൂട്ട് ടി. നിങ്ങൾക്ക് അറിയാവുന്ന 1/2L റൂട്ട് ടി ബൈ മ്യൂ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള 1/2L റൂട്ട് ടി ബൈ മ്യൂ, വേർ മ്യൂ ഇസ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, എന്താ സംഭവിച്ചത്? ടെൻഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി ഓഫ് ബി ഇൻക്രീസ് ചെയ്തു. പക്ഷേ 6ൽ നിന്ന് എങ്ങോട്ടാ ഇത് പോയത്? ഏത് ബിറ്റ്സ് ഫ്രീക്വൻസി പോയത്? 7ലേക്കാണ് പോയത്. 6ൽ നിന്ന് 7ലേക്ക് പോയി. ബിറ്റ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇനിയിപ്പോൾ നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ലോജിക്കാണ് യൂസ് ചെയ്യേണ്ടത് കുട്ടികളെ. മ്യൂ ബി ഇൻക്രീസ് ചെയ്താൽ
ഓക്കെ, ഇവിടെയാണ് ഈ ഇക്വേഷൻ ആണ് കറക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ മ്യൂ ബി ഇൻക്രീസ് ചെയ്താൽ 6 നിന്ന് 7 പോയത്. സോറി, ഐ ഡിഡ് സംതിങ് റോങ്. എന്താണ് റോങ് എന്ന് നോക്കട്ടെ. എന്താ ബിറ്റ്സ് ടെൻഷൻ എന്താ ചെയ്തതെന്ന് നോക്കട്ടെ. ടെൻഷൻ ഓഫ് ബ്രീഡ് സ്ലൈറ്റ്ലി ഡിഗ്രീസ്. ഓക്കെ, അവിടെയാണ് ഞാൻ മിസ്റ്റേക്ക് ചെയ്തത്. ഡിക്രീസ്ഡ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ കേട്ടോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓക്കെ, ഒന്ന് ഞാൻ കറക്റ്റ് ചെയ്തോട്ടെ. ടെൻഷൻ എന്താണ് കുട്ടികളെ ചെയ്തത്? ടെൻഷൻ ഡിക്രീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പറയുന്നു. അപ്പം ന്യൂ ബി ഡിക്രീസ് ചെയ്യണം. കാരണം ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു റൂട്ട് ടി ആണ്. അത് ആ റീസണൊക്കെ അങ്ങനെ തന്നെ. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? ന്യൂ ബി ഡിക്രീസ് ചെയ്തു. ഇനിയാണ് ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് കറക്റ്റ് എങ്കിൽ, ഈ ഇക്വേഷൻ ആയിരുന്നു കറക്റ്റ് എങ്കിൽ, ന്യൂ ബി ഡിക്രീസ് ചെയ്താൽ ഡിഫറൻസ് ഡിക്രീസ് ചെയ്യണേ. 6 നിന്ന് താഴേക്കേ പോകണ്ടായിരുന്നുള്ളൂ, 5, 4 അങ്ങനെ പോകണ്ടായിരുന്നു. അപ്പൊ ഈ ഇക്വേഷൻ തെറ്റാണ്. ഈ ഇക്വേഷൻ ആണ് കറക്റ്റ്. ദിസ് ഇക്വേഷൻ ഫ്രം ലോജിക്, ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ്. ആ ഇക്വേഷൻ കറക്റ്റ് ആകുമ്പോൾ ഇത് തെറ്റാണ് ഈ ഇക്വേഷൻ. അപ്പൊ ആ ഇക്വേഷൻ എടുത്തിട്ട് ന്യൂ ബി ഈസ് ഈക്വൽ ടു 530 മൈനസ് 6, ദാറ്റ് ഈസ് 524. ഓക്കെ, therefore 524 is the answer. ഇത് ലോജിക് അപ്ലൈ ചെയ്യുക, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. A 40 microfarad capacitor is connected to 200 volt 50 hertz AC supply. The RMS value of current in the circuit is nearly. കറണ്ടിന്റെ ഇത് തന്നിട്ടുള്ള വോൾട്ടേജിന്റെ RMS വാല്യൂ ആണ് കേട്ടോ. അപ്പൊ കറണ്ടിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് V ഡിവൈഡഡ് ബൈ XC ആണ്. XC എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ഒമേഗ C ആണ്. അപ്പം ഇതെന്ത് വരും? V ഒമേഗ C എന്ന് വന്നു. കാരണം XC ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഒമേഗ C, മറന്നു കളയരുത്. അപ്പൊ കറണ്ട് ഈസ് ഈക്വൽ ടു എന്താണ് കുട്ടികളെ? V എന്ന് പറയുന്നത് 200, ഒമേഗ എന്ന് പറയുന്നത് 2π ടൈംസ് 50, അപ്പൊ 100π. ഒമേഗ എന്ന് പറയുന്നത് 100π. C എന്ന് പറയുന്നത് 40 മൈക്രോഫാരഡ്, അപ്പൊ 40 into 10 to the power minus 6. This is simple calculation we can do and you will get 2.5 ampere the answer. 2.5 ampere. That's answer you are going to get. Just mere calculation ആണ്, വേറൊന്നും ചെയ്യാനില്ല അതിൽ. 2.5 ampere. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഡിഗ്രീസ് അല്ലേ എന്നെ കുറേ കുട്ടികൾ ഓർമ്മിപ്പിച്ചു. താങ്ക് യു. ദിൽന, വിനോദ്, ഷമൻ, കീർത്തന, കാർത്തിക, താങ്ക് യു. ടെൻഷൻ കുറഞ്ഞു. ശ്രീകല, താങ്ക് യു വെരി മച്ച്. ഓക്കെ, കിരൺ, താങ്ക് യു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The decrease in the width of depletion region in PN junction diode. PN junction diode ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ PN, ഇത് P, ഇത് N. അപ്പോൾ ഇവിടെ കുറേ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോണുകളാണ്, ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് ഹോളാണ്. ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടണമെങ്കിൽ ഈ മെജോറിറ്റി കാരിയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യപ്പെടണം ഇല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നെഗറ്റീവ് ടെർമിനൽ ഇവിടെയും പോസിറ്റീവ് ടെർമിനൽ ഇവിടെയും കണക്ട് ചെയ്യുകയാണ്. പോസിറ്റീവ് കണക്റ്റഡ് ടു N സൈഡ്, നെഗറ്റീവ് കണക്റ്റഡ് ടു P സൈഡ്. വാട്ട് വിൽ ഹാപ്പൻ? ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി റിവേഴ്സ് ബയസ് ഓൺലി. ദാറ്റ്സ് ആൻസർ. ഇറ്റ് വിൽ ബി ഇൻ റിവേഴ്സ് ബയസ്. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. ഫോർവേഡ് ബയസിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും, റിവേഴ്സ് ബയസിൽ വിഡ്ത്ത് കൂടും. അത് നമുക്കറിയാവുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The Brewster's angle IB for interface should be. Interface എന്ന് ഉദ്ദേശിക്കുന്നത് എയറും വേറൊരു മീഡിയവും. ഓക്കെ, ഇതൊരു മീഡിയം. ലുക്ക്, ലെറ്റ് മീ ഡ്രോ എ ബെറ്റർ ഡയഗ്രാം. ഇതൊരു മീഡിയം കുട്ടികളെ, ഗ്ലാസ്സാവോ എന്തു ആയിക്കോട്ടെ. ഇവിടെ ഈ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. റിഫ്ലക്റ്റഡ് റേസ്
പാർഷ്യലി പോളറൈസ്ഡ് നിങ്ങൾക്കറിയാം, പോളറൈസ്ഡ് ആവും നിങ്ങൾക്കറിയാം. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1ഉം ഇത് എയർ ആണല്ലോ, എയർ ഇന്റർഫേസ് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അത് എയർ ആണ്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആയിക്കോട്ടെ. ഈ ആംഗിളിനെയാണ് നമ്മൾ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത്. അറ്റ് വിച്ച് ദ റിഫ്ലക്റ്റഡ് റേ ഈസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്, IB എന്ന് പറയുന്നത്. ആൻഡ് റിഫ്രാക്റ്റഡ് റേ പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഇൻസിഡന്റ് റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും 90 ഡിഗ്രി ആംഗിളിലായിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ബ്രൂസ്റ്റേഴ്സ് ലോയിൽ. നമുക്കിതിൽ വേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ റിലേഷൻ. എന്താണ്? ടാൻ ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ആണെന്ന് നമുക്കറിയാം. ടാൻ ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കൂടുതലാണ് ഏത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുത്താൽ. ഫോർ എക്സാമ്പിൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ 1.33 ആണ്, ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ എത്രയാണ്? 1.5 ആണ്. ഫോർ എനി മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1, നോ ഡൗട്ട് അറ്റ് ഓൾ. എന്ന് പറഞ്ഞാൽ ടാൻ IB മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1 എന്ന അർത്ഥം. ടാൻ IB must be greater than 1 എന്ന് പറഞ്ഞാൽ എന്താ? IB must be greater than 45. IB must be greater than 45. Tan inverse 145 ആണ്. IB must be greater than 45 and it will be less than 90 also. 90, less than 90. IB must be greater than 45 and less than 90. Okay. That's answer. അടുത്ത question. The phase difference between displacement and acceleration of the particle in a simple harmonic motion. Displacement to acceleration തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ആക്സലേഷൻ ഈസ് ഈക്വൽ ടു -ω²x ആണ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം ആക്സലേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഹാവ് ഫേസ് ഡിഫറൻസ് ഹൗ മച്ച്? പൈ. ഫേസ് ഡിഫറൻസ് പൈ. ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യുവർ ഫംഗ്ഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ലൈക്ക് ദിസ്, your function for acceleration will be just opposite to that. Okay, phase difference pi radian. One is opposite to another. Acceleration is opposite to, by phase it is opposite to displacement. Okay, another question. A spherical conductor of radius 10 cm has charge of 3.2 into 10 to the minus 7 coulomb distributed uniformly. What is the magnitude of electric field at a distance 15 cm from the sphere? Okay, ഇവിടെ ഒരു സ്പിയർ തന്നിട്ടുണ്ട് കുട്ടികളെ. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതാ 15 സെന്റിമീറ്റർ അകലെ, ഇതിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. 10, ലെറ്റ് മീ റൈറ്റ് 10, ഈ ഡിസ്റ്റൻസ് 15 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് സ്പിയറിന്റെ പുറത്താണ്. ഇത് യൂണിഫോംലി ചാർജ്ഡ് ആണ് സ്പിയർ കേട്ടോ. ആ ചാർജ് എത്രയാണെന്നും പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ എ പോയിന്റ് ഔട്ട്സൈഡ് ദ സ്പിയർ ഓർ ദ ചാർജ് ഓൺ ദ സ്പിയർ ബിഹേവ്സ് ലൈക്ക് എ പോയിന്റ് ചാർജ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ള ചാർജ് ഉണ്ടല്ലോ, ഇതിന്റെ സെന്ററിൽ ഇരിക്കുന്ന പോലെ ബിഹേവ് ചെയ്യും. ആരെ സംബന്ധിച്ചിടത്തോളം? ഫോർ എനി പോയിന്റ് ഔട്ട്സൈഡ് ദ സ്പിയർ. അപ്പോൾ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡാണ് ചോദിച്ചെങ്കിലോ 0 പറയണം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 5 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ എന്ന് ചോദിച്ചാൽ, 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സ്പിയറിന്റെ ഉള്ളിലെ പോയിന്റ് ആണ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ ആണ് കോൺസ്റ്റന്റ്, പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും ഉള്ളിൽ കേട്ടോ. പക്ഷെ പുറത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ 1 / 4πε0, ലെറ്റ് മീ കോൾ ഇറ്റ് KQ/r². KQ/r², നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഈസ് ഈക്വൽ ടു കെയുടെ വാല്യൂ എത്രയാണ്? 9 × 10⁻⁹. കൊടുത്തിരിക്കുന്ന ചാർജ് എത്രയാണ് കുട്ടികളെ? 3.2 × 10⁻3.2 × 10⁻⁻7. എത്രയാ? ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ 15 × 15 പക്ഷെ സെന്റിമീറ്റർ അല്ലേ, അപ്പൊ 10⁻⁻4 × 10⁻2 × 10⁻2 കൂടെ വരും എന്ന് പറഞ്ഞാൽ 10⁻4. This calculation is so simple. You will get it to be 1.28 into 10⁵ Newton per coulomb എന്ന് വരും. Newton per coulomb.
ഇനി ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫ് കൂടെ ഞാൻ വരച്ച് കാണിക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫ് കൂടെ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. ചിലപ്പോൾ ഗ്രാഫ് ചോദിക്കും. ഓക്കെ, ഒരു ചാർജ്ഡ് സ്പിയർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് റേഡിയസിൽ എത്തുന്നോടം വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസിൽ എത്തുന്നോടം വരെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 എവിടെ? ഉള്ളിൽ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 ഇൻസൈഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഔട്ട്സൈഡ്. ആൻഡ് ദിസ് ഈസ് ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ഷെൽ ഓർ എ ചാർജ്ഡ് കണ്ടക്ടർ. കണ്ടക്ടറിന് നമ്മൾ ചാർജ് കൊടുത്താലും അത് ഷെല്ല് പോലെ ബിഹേവ് ചെയ്യുള്ളൂ. കാരണം ചാർജ് എല്ലാം അതിൻ്റെ സർഫസിലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, ചാർജസ് റിപ്പൽ, ദേ ഗോ ആസ് ഫാർ ആസ് പോസിബിൾ. Therefore this കണ്ടക്ടർ ആണെങ്കിൽ ഈ ചാർജ് എല്ലാം നിങ്ങൾ എവിടെ കൊടുത്താലും അതെല്ലാം സർഫസിലേക്ക് ഓർഗനൈസ് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The capacitance of a parallel plate capacitor with air medium 6 microfarad. With the introduction of a dielectric medium, capacitance become 30 microfarad. The permeability of free space. ഓക്കെ, അപ്പം 2 കപ്പാസിറ്റൻസ് തന്നിട്ടുള്ള C0 തന്നിട്ടുണ്ട്. C0 എന്ന് പറഞ്ഞാൽ മീഡിയം ഇല്ലാത്തപ്പോഴത്തെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എയർ ഉള്ളപ്പോഴത്തെ കപ്പാസിറ്റൻസ് അത് 6 മൈക്രോഫാരഡ്. ഓക്കെ, ഇനി മീഡിയം ഉള്ളപ്പോഴത്തെ കപ്പാസിറ്റൻസ് അത് എത്രയാ? 30 മൈക്രോഫാരഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സി എന്ന് പറയുന്നത് KC0 ആണ്. KC0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ K ഈസ് ഈക്വൽ ടു C/C0. C0 which is equal to 5 യൂണിറ്റ് ഒന്നുമില്ല. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് യൂണിറ്റ് ഇല്ല. 5 ഇറ്റ്സ് എ മിയർ നമ്പർ. therefore 5. The permittivity of the medium. സോറി, ഞാനൊരു മിസ്റ്റേക്ക് ചെയ്ത് കണ്ടോ ഓവർലുക്കിൽ. എന്താ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഞാൻ എന്താ കണ്ടുപിടിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ നമുക്ക് വേണ്ടത്? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആയിട്ട് വേണ്ടത്. ഞാൻ കണ്ടുപിടിച്ചത് എന്താണ്? റിലേറ്റീവ് എപ്സിലോൺ ആർ ആണ് ഞാൻ പറഞ്ഞത്. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് K എന്ന് പറയുന്നത് ഒന്നാണ്. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ളത് അതല്ല. ഐ ആം ആസ്ക്ഡ് എപ്സിലോൺ. എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ. ശ്രദ്ധിച്ചോ? മനസ്സിലായില്ലേ? എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ. എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ എത്രയാണ് കുട്ടികളെ? 8.85 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു എപ്സിലോൺ ആർ ഞാൻ കണ്ടുപിടിച്ചു 5. അപ്പം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. therefore what you will get? എപ്സിലോൺ ഈക്വൽ ടു 0.8. we will get I think 0.44 into 10⁻⁻10 കൂളം സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ ടു ദ പവർ -2 എന്ന് കിട്ടും അല്ലേ? 540. ഓക്കെ, ദിസ് മേ ബി ദ ആൻസർ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ദാറ്റ് കുഡ് ബി ദ ആൻസർ. ഡി ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ? ഗുഡ്, താങ്ക് യു. ധനുഷ്, താങ്ക് യു. കണ്ടോ, ഇത് ഓവർലുക്കിങ് ഞാൻ ചിലപ്പോഴേ ഞാൻ ഇവിടം വരെ അത് ശ്രദ്ധിച്ചുള്ളൂ. ഓവർലുക്കിങ് നമ്മൾ ഇവിടെ ഈ ആൻസർ കണ്ടുപിടിക്കുന്നത് ടിക്കും ചെയ്യും. കണ്ടോ, ഈ ആൻസർ ടിക്ക് ചെയ്താൽ പോയി. നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം കേട്ടോ. ഞാൻ ചിലപ്പോൾ ഓവർലുക്കിൽ അങ്ങനെ സംഭവിച്ചു എന്ന് വരാം. പിന്നെ ഇത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായെന്താ അറിയാമോ? Kക്ക് യൂണിറ്റ് ഇല്ലല്ലോ, ഇവരിവിടെ യൂണിറ്റും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ നോക്കിയത്. അപ്പോഴാണ് എനിക്ക് ഇതാണ് ചോദിച്ചതെന്ന് മനസ്സിലായത്. ദ പെർമിറ്റിവിറ്റി ആണ് ചോദിച്ചത്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ല ചോദിച്ചത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ് ഇവിടെ നിർത്താം, 5 നിർത്താം. പെർമിറ്റിവിറ്റി ആണ് μ0 കൊണ്ട് പിന്നെയും എപ്സിലോൺ നോട്ട് കൊണ്ട് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, വാട്ട് ഈസ് ദ വാല്യൂ? കുട്ടികളെ ഇതിൻ്റെ സബ്ട്രാക്ഷൻ നോക്കാം. തന്നിട്ടുള്ള അതുപോലെ എഴുതി സബ്ട്രാക്ട് ചെയ്യുക, മാത്തമെറ്റിക്കലി സബ്ട്രാക്ട് ചെയ്യുക. 9.99 0.0099. സാധാരണ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 9.9801 എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല സബ്ട്രാക്ഷനിലും
അഡീഷണൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഡെസിമൽ പ്ലേസസ് ആണ്. DP ഡെസിമൽ പ്ലേസ് എത്ര എണ്ണം ഉണ്ട്? ഈ 2 എണ്ണം. ഡെസിമൽ പ്ലേസ് 2. ഇവിടുത്തെ ഡെസിമൽ പ്ലേസ് എത്രയാണ് കുട്ടികളെ? ഡെസിമൽ പ്ലേസ് 4. അപ്പം നിങ്ങളുടെ ആൻസറിൽ ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് എത്രയാണോ അത്രയും റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ട്രങ്കേറ്റ് ചെയ്യണം. 2 ഡെസിമൽ പ്ലേസേ പാടുള്ളൂ. ഇവിടെ 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 എണ്ണവേ ഡെസിമൽ പ്ലേസ് മാത്രമേ നോക്കാവുള്ളൂ. ഈ സൈഡിലേക്ക് നോക്കുകയോ വേണ്ട. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പ്ലേസ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 4. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2ൽ ട്രങ്കേറ്റ് ചെയ്യണം. കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഏതാണ് ലിവ് ചെയ്യുന്നതെന്നൊക്കെ ശ്രദ്ധിക്കണം. 5ൽ കൂടുതലാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യണം. ഒക്കെ റൂൾസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 9.98 എന്നാണ് ആൻസർ. 9.98. പക്ഷെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നിങ്ങൾ ഡെസിമൽ പ്ലേസ് അല്ല നോക്കേണ്ടത്. Multiplication and division, the rule is in terms of significant figures. For addition and subtraction, rule is in terms of decimal place. That should be taken care. Adutha question. In LCR circuit is connected to AC voltage source. When L is removed from the circuit, L removed, the phase difference between the current and voltage is pi/3. Phase difference pi/3. Instead C is removed. അപ്പോൾ L തിരിച്ചു വെച്ചു, പിന്നെ C റിമൂവ് ചെയ്തു. The phase difference is again pi/3 between current and voltage. The power factor of this. കുട്ടികളെ ഇത് എത്ര തവണ ചോദിച്ചു എന്ന് ചോദിച്ചാൽ 4 ഡിഫറൻറ്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെ എക്സാം എന്ന് ഞാൻ മറന്നുപോയി. നീറ്റിന് ചോദിച്ചിട്ടുണ്ട്, ഒരു വർഷം ഇത് JEE മെയിന് ചോദിച്ചിട്ടുണ്ട്, വേറെ ഏതൊക്കെയോ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. 2 തവണ എങ്ങാണ്ട് നീറ്റിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ LCR സർക്യൂട്ടിലായിരുന്നു സംഭവം. എന്തായിരുന്നു? LCR സർക്യൂട്ടാണ്. L റിമൂവ് ചെയ്തു എന്നാ പറഞ്ഞത്. വെൻ L ഈസ് റിമൂവ്ഡ്, L റിമൂവ് ചെയ്താൽ പിന്നെ എന്ത് സർക്യൂട്ടാണ്? CR സർക്യൂട്ട്. CRI L റിമൂവ് ചെയ്തപ്പോൾ L റിമൂവ്ഡ്. ലെറ്റ് മീ റൈറ്റ് വെൻ L റിമൂവ്ഡ്. ലെറ്റ് മീ റൈറ്റ് ലൈക്ക് ദാറ്റ്. വെൻ L ഈസ് റിമൂവ്ഡ്, L ഈസ് റിമൂവ്ഡ്. L റിമൂവ് ചെയ്താൽ പിന്നെ അത് CR സർക്യൂട്ടാണ്. അപ്പോൾ phi is equal to tan inverse XC/R ആണ്. phi എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാ? pi/3. ഇനി വെൻ അടുത്ത സിറ്റുവേഷൻ എന്താണ്? വെൻ C is removed. C റിമൂവ് ചെയ്താൽ പിന്നെ എന്ത് സർക്യൂട്ടാണ്? LR സർക്യൂട്ടാണ്. അപ്പോഴത്തെ ഫേസ് ഡിഫറൻസ് ഇക്വേഷൻ എന്താ? tan inverse XL/R ആണ്. അതും pi/3 എന്നാണ് തന്നിട്ടുള്ളത്. pi/3. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? XL ഈക്വൽ ടു XC എന്നല്ല ഇതിന്റെ മീനിങ്. കണ്ടോ, ഇത് രണ്ടും ഒരേ ആംഗിളാണ്. tan ഇൻവേഴ്സ് XL/R-ഉം tan ഇൻവേഴ്സ് XC/R-ഉം ഒരേ സാധനമാണ്. എന്ന് പറഞ്ഞാൽ XC ആൻഡ് XLR ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? XC ഈസ് ഈക്വൽ ടു XL എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ഈസ് ഇൻ റെസൊണൻസിലാണെങ്കിൽ മാത്രമേ ഇതേ ഒരേ ആംഗിൾ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇനിയിപ്പോൾ ഈ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി അത് റെസൊണൻസിലാണെന്ന് മനസ്സിലാക്കുക. റെസൊണൻസിലാണെങ്കിൽ പവർ ഫാക്ടർ എത്രയായിരിക്കും? പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് മാക്സിമം ആയിരിക്കും. പവർ ഫാക്ടർ കോസ് ഫൈ എന്ന് പറയുന്ന R/Z ആണ്. R/Z. പക്ഷേ റെസൊണൻസിലായതുകൊണ്ട് R/R. Z is equal to R ആണ്. R/R which is equal to 1. പവർ ഫാക്ടർ ഈസ് 1. പവർ ഫാക്ടർ 1 ആയിരിക്കും. അപ്പം LCR സർക്യൂട്ട് റെസൊണൻസിലായിരിക്കുമ്പോൾ പവർ ഫാക്ടർ മാക്സിമം ആയിരിക്കും. മാക്സിമം 1ൽ കൂടുതൽ പോയല്ലോ കേട്ടോ. പവർ ഫാക്ടർ കോസ് ഫൈ, കോസ് ഓഫ് ദ phase difference between current and voltage. That is what power factor is. That is maximum when LCR circuit is in resonance. അപ്പൊ ഇത് ഉടനെ നിങ്ങൾ റെസൊണൻസിലാണെന്ന് മനസ്സിലാക്കുക. റെസൊണൻസിൽ പവർ ഫാക്ടർ മാക്സിമം ആണെന്ന് മനസ്സിലാക്കുക. 1 ടിക്ക് ചെയ്യുക. അപ്പൊ ഈ ഇക്വേഷൻ, ഈ ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആസ്ക്ഡ് 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓൾ ടുഗദർ. ഈ എക്സാം അടക്കം 4 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയമെൻഷൻസ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ?
സ്ട്രെസ് എന്ന് പറയുന്നത് F/A ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫോഴ്സിൻ്റെ ഡയമെൻഷനെ ഏരിയ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഫോഴ്സിൻ്റെ ML(T⁻²) ഡിവൈഡഡ് ബൈ L². വാട്ട് യു വിൽ ഗെറ്റ്? ML⁻⁻1 T⁻². അതെന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ അതേ ഡയമെൻഷനാണ്. ML⁻⁻1 T⁻². സ്ട്രെസ് ആൻഡ് പ്രഷർ ഹാവ് സെയിം ഡയമെൻഷൻ. അത് നിങ്ങൾ മനസ്സിൽ കരുതണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1.5 times the threshold frequency. 1.5 times threshold frequency is incident on a photosensitive material. What will be the photoelectric current if the frequency is halved and intensity down? Frequency half ആയെന്ന് പറഞ്ഞാൽ threshold frequency കഴിഞ്ഞും കുറഞ്ഞു പോയെന്ന അർത്ഥം. ഫ്രീക്വൻസി ഇപ്പോൾ എത്രയാ? ത്രഷോൾഡ് 1.5 ടൈംസ് ആയിരുന്നു. അപ്പോൾ ഫ്രീക്വൻസി ത്രഷോൾഡ് ഇപ്പോഴത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1.5 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ പകുതി എന്നാണ് പറഞ്ഞത്. 1.5 ടൈംസ് ആയിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഇലക്ട്രോണുകൾ പുറത്തു വന്നു. പക്ഷേ ഇപ്പോഴത്തെ ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കിയാൽ നിങ്ങൾ 3/4. 3/4 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ മുക്കാലേ ഉള്ളൂ. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസിയെ കഴിഞ്ഞും കുറവാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കില്ല. ഇന്റൻസിറ്റി എത്രയും ആയിക്കോട്ടെ, നിങ്ങൾ എത്ര ഇന്റൻസിറ്റി കൂട്ടിയിട്ടും കാര്യമില്ല, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡസൻറ്റ് ഹാപ്പൻ ബിക്കോസ് ഫ്രീക്വൻസി ത്രഷോൾഡ് µ0 എന്ന് എഴുതാം കേട്ടോ. ഞാൻ വർക്ക് ഫംഗ്ഷൻ്റെ എഴുതിയ ലെറ്റ് മീ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 1.5 µ0/2. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 3/4 µ0. അതിൻ്റെ അർത്ഥം എന്താ? ന്യൂ ഈസ് ലെസ് ദാൻ µ0. therefore ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡസൻറ്റ് ഹാപ്പൻ. അപ്പോൾ കറണ്ട് എത്രയായിരിക്കും? ഫോട്ടോ കറണ്ട് എത്രയാണെന്ന ചോദ്യം. ഫോട്ടോ കറണ്ട് ഈസ് 0. ഫോട്ടോ കറണ്ട് വിൽ നോട്ട് ബി there. നോ ഫോട്ടോൺ ഈസ് എമിറ്റഡ്. ഇന്റൻസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഓക്കെ. ഇന്റൻസിറ്റി എത്ര കൂട്ടിയിട്ടും കാര്യമില്ല, ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസി കഴിഞ്ഞും കുറവാണ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് നോട്ട് ബീയിങ് പ്രൊഡ്യൂസ്ഡ്. ഇലക്ട്രോൺസ് ആർ നോട്ട് എമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ. സോളിഡ് വിച്ച് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഈ ഗ്രാഫ് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് നോക്കി. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്തു ആവാം? വേരിയിങ് വിത്ത് ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇൻ ദിസ് ഫാഷൻ. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വാട്ട് ഈസ് ഹാപ്പനിങ്? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഡ്രോപ്സ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഗ്രാഫ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്കറിയാം സെമി കണ്ടക്ടറിനാണ്. അപ്പം സെമി കണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ്. ഓൺലി സെമി കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാം, ഓക്കെ, ഈ സെമി കണ്ടക്ടർ ഉണ്ടല്ലോ 0 കെൽവിൻ ഇൻസുലേറ്റർ ആയിരിക്കും. 0 കെൽവിനിൽ അത് ഇൻസുലേറ്റർ ആയിരിക്കും, ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. പക്ഷെ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ഹോൾ ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. ടെമ്പറേച്ചറിനനുസരിച്ച് കണ്ടക്ടിവിറ്റി കൂടും എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറയും. അതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, മൊബിലിറ്റി ആണ്. എന്താണ് മൊബിലിറ്റിയുടെ ഡെഫിനിഷൻ? ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വേർഡ് പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് മൊബിലിറ്റി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വേർഡ് പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് മൊബിലിറ്റി കിട്ടും. ഡ്രിഫ്റ്റ് വെലോസിറ്റി എത്രയാണ്? 7.5 into 10⁻⁻4 divided by 3 into 10⁻⁻10. അപ്പോൾ അതൊരു 2.5, ഇതൊരു 10⁻6. അപ്പോൾ 2.5 into 10⁻6, 2.5 into 10⁻6. യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം. യൂണിറ്റ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. മൊബിലിറ്റി ഇൻ മീറ്റർ സ്ക്വയർ, വോൾട്ട് റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 മൊബിലിറ്റി. ഓക്കെ, അതും കഴിഞ്ഞു. ഡയറക്റ്റ് ഇക്വേഷൻ അല്ലേ, ഒന്നും ആലോചിക്കാനില്ല. ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ആയി. ഡയറക്റ്റ് നോക്കിയാൽ എല്ലാം ഡയറക്റ്റ് ഇക്വേഷനും അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്.
അപ്പം നിങ്ങൾ എന്താണ് ഓർത്തിരിക്കേണ്ടത്? ഇക്വേഷൻസ് ആണ് ഓർത്തിരിക്കേണ്ടത്. മനസ്സിലാക്കുക, ഇക്വേഷൻസ് കാണാതെ പഠിക്കണം. എത്ര ഇക്വേഷൻ ഒരു ചാപ്റ്റർ ഉണ്ടോ അതെല്ലാം കാണാതെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ് ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ഫോർ കോപ്പർ? കോപ്പർ എന്ന് പറയുന്നത് ഒരു ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ, അതിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ലീനിയർലി അല്ല കേട്ടോ, ഇറ്റ്സ് നോട്ട് ലീനിയർ ഡിപെൻഡൻസ്. ഓക്കെ, ഡിപെൻഡൻസ് ഈസ് നോട്ട് ലീനിയർ ആൻഡ് ദെയർഫോർ ദ ആൻസർ ഈസ് ദിസ്. റെസിസ്റ്റിവിറ്റി ഇത് തെറ്റാണ്. റെസിസ്റ്റിവിറ്റി ഡിഗ്രീസസ് ആണ് വിത്ത് ടെമ്പറേച്ചർ. ഇതും ഡിഗ്രീസസ് ആണ്. ഇത് സെമി കണ്ടക്ടറിന്റെ കേസിലാണ്. ഇത് നിക്രോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ വേരിയേഷൻ വരാതെ ലീനിയർലി കുറച്ച് കൂടുന്നത് ഏതിന്റെ കേസിലാന്ന് ചോദിച്ചാൽ ഏതാണ്? നമുക്ക് നിക്രോം ഒക്കെ ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരുണ്ടല്ലോ, എന്നാ അൽനിക്കോ ഒക്കെ, എന്തായിരുന്നു വാട്ടീസ്, അലോയ്സിന്റെ കേസിലാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ദിസ് ഈസ് ഫോർ അലോയ്. നിങ്ങളുടെ ഈ ഗ്രാഫ് എല്ലാം നിങ്ങളുടെ NCERT തന്നിട്ടുണ്ട്. ഏതാ? കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഈ ഗ്രാഫ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് ചാപ്റ്റർ എടുത്തിട്ട് അല്ലെങ്കിൽ ആ പേജ് എടുത്തിട്ട് ആ ഗ്രാഫ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. ആ ഗ്രാഫിൽ നിന്ന് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആൻസർ ഈസ് 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 2 bodies of mass 4 kg 6 kg are tied to the end of massless string. The spring passes over the pulley which is frictionless. The acceleration of the system in terms of acceleration due to gravity. കുട്ടികൾ ഇത് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ ഫോഴ്സ് ഏതാണ്? 6G mg എന്നുള്ളത്. ഇവിടെ താഴേക്ക് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? 4G. അപ്പൊ നെറ്റ് ടെൻഷൻ ഒന്നും നോക്കണ്ട കേട്ടോ. ടെൻഷൻ ഈസ് ആൻ ഇന്റേണൽ ഫോഴ്സ്. ഈ ടെൻഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പൊ മോഷന്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് 6G, മോഷൻ ഓപ്പോസിറ്റ് ഉള്ള ഫോഴ്സ് 4G. അപ്പൊ നെറ്റ് ഫോഴ്സ് എത്രയാണ്? നമുക്ക് ആക്സിലറേഷൻ ആണ് വേണ്ടത്. വി വാണ്ട് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ആണ്. ടോട്ടൽ മാസ്. അപ്പൊ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 6G യിൽ നിന്ന് 4G കുറയ്ക്കുക, നെറ്റ് G ആയി. അപ്പം ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എത്രയാ? 6ഉം 4ഉം 10. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി? 2G ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടി. 2G എന്ന് പറഞ്ഞാൽ 20. 2G ഡിവൈഡ് ബൈ 10 അല്ലെങ്കിൽ G/5 എന്ന് കിട്ടി. G/5 എന്ന് ആക്സിലറേഷൻ കിട്ടി. നെറ്റ് ഫോഴ്സ് എടുക്കുക, ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അത്രേ വേണ്ടൂ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്രൂ ഗേജ് ഹാസ് ലീസ്റ്റ് കൗണ്ട് തന്നിട്ടുണ്ട് കുട്ടികളെ. ലീസ്റ്റ് കൗണ്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഡിവിഷൻ തന്നിട്ടുണ്ട് ഹെഡ് സ്കെയിലെ. നമുക്ക് വേണ്ടത് എന്താ? ദ പിച്ച് ഓഫ് ദ സ്ക്രൂ. നിങ്ങൾക്കറിയാം ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് LC എന്ന് പറയുന്നത് പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ ഡിവിഷൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പൊ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നത്? ലീസ്റ്റ് കൗണ്ടിനെ നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ ഡിവിഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലീസ്റ്റ് കൗണ്ട് 0.01ഉം നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ ഡിവിഷൻ 50ഉമാണ്. therefore 0.5. യൂണിറ്റ് ഏതാണ്? മില്ലിമീറ്റർ. 0.5 മില്ലിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ, in young double slit experiment, look, in young double slit experiment, if the separation between the coherent source is halved, separation between the source half ചെയ്തു, and the distance of the screen from the coherent source is doubled, then the fringe width become, fringe width ന്റെ ഇക്വേഷൻ അറിയണം. fringe width beta, linear fringe width is equal to lambda d by d ആണ്. lambda d by d, that is what fringe width is. ഇനി എന്താ ചെയ്തതെന്ന് നോക്കിയേ. സെപ്പറേഷൻ ബിറ്റ്വീൻ കോഹറന്റ് സോഴ്സ് ഈസ് ഹാഫ്ഡ്. ഡി പകുതിയായി. അപ്പൊ ഈ 2 മുകളിലോട്ട് പോകും കേട്ടോ. ഈ 2 മുകളിലോട്ട് പോകും. ഇനി എന്ത് ചെയ്തു? സ്ക്രീൻ ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞേ. അപ്പൊ ഡി ഡബിൾ ചെയ്തു, 2D ആക്കി. അപ്പൊ ഈ 2Dയുടെ ഒരു 2ഉം ഈ D/2ന്റെ ഒരു 2 കൂടെ മുകളിലോട്ട് പോകും. അപ്പൊ 2 × 2 4 ടൈംസ് ആവും. അപ്പൊ എത്രയായി? 4 ടൈംസ്. ഫ്രിഞ്ച് വിഡ്ത്ത് വിൽ ബിക്കം 4 ടൈംസ്. മനസ്സിലായല്ലോ അല്ലേ? ഒന്നും നോക്കാനില്ല. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫോർ എ ലോജിക് ഗേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. ലോജിക് ഗേറ്റ് നിങ്ങളുടെ NCERT കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ലോജിക് ഗേറ്റിന്. എവിടെയാണെന്നറിയാമോ? എക്സസൈസ്, അഡീഷണൽ എക്സസൈസ് ആണെന്ന് തോന്നുന്നു. അഡീഷണൽ എക്സസൈസിൽ NCERT ലോജിക് ഗേറ്റിന്റെ ഒരു 4 or 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങളുടെ എക്സസൈസ് എടുക്കുക. ലോജിക് ഗേറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 4 എണ്ണമാണെന്ന് തോന്നുന്നു. ആ 4 എണ്ണത്തിൽ നിന്നേ ചോദിക്കൂ സാധാരണ.
ഫോർ എ ലോജിക് സർക്യൂട്ട് ദ ട്രൂത്ത് ഇത് നാൻഡ് ഗേറ്റ് ആണ്, നോട്ട് ഗേറ്റ് ആണ്, നോട്ട് ഗേറ്റ് ആണ്, ഇത് നാൻഡ് ആണ്, നാൻഡ് സോറി നോർ, നാൻഡ് അല്ല നോർ. അപ്പൊ ഇതെന്ത് ചെയ്യും എന്ന് നമുക്കറിയാമല്ലോ. സി ഇത് എനെ നെഗേറ്റ് ചെയ്യും. അപ്പൊ ഔട്ട്പുട്ട് എങ്ങനെ എഴുതാം? എ എന്ന് പറയും, ലെറ്റ് മീ റൈറ്റ് ഔട്ട്പുട്ട് ചെയ്യാം. എ നെഗേറ്റ് ചെയ്യപ്പെട്ടു, ഈ ഗേറ്റ് എനെ നെഗേറ്റ് ചെയ്തു, എ നെഗേറ്റഡ്. ഈ ഗേറ്റ് എന്ത് ചെയ്തു? ബി എനെ നെഗേറ്റ് ചെയ്തു, ബി നെഗേറ്റഡ്. അപ്പൊ ബി നെഗേറ്റഡ്. ഈ ഗേറ്റ് എന്താ ചെയ്യുന്നത്? ആ രണ്ടെണ്ണത്തിനെ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് വീണ്ടും നെഗേറ്റ് ചെയ്യും. ഇത് നോർ ഗേറ്റ് ആണ്, നെഗേറ്റ് ചെയ്തു. ഇനി ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുക. ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ y ഈസ് ഈക്വൽ ടു എ, ഓൾറെഡി ഒരു നെഗേറ്റഡ് ഉണ്ട്, നെഗേറ്റഡ് ക്രോസ് ഇൻറ്റു ബി ഡബിൾ നെഗേറ്റഡ്, ഇങ്ങനെ വരും. എന്ന് പറഞ്ഞാൽ ഡിമോർഗൻസ് തിയറം ആണ് കേട്ടോ, എ ഇൻറ്റു ബി. അപ്പൊ ഇത് ഏത് ഗേറ്റ് ആണെന്ന് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഗേറ്റ് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് ആൻഡ് ഗേറ്റ്, എ എൻ ഡി, ആൻഡ് ഗേറ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആൻഡ് ഗേറ്റ്. ദിസ് ഈസ് ആൻഡ് ഗേറ്റ്, മൾട്ടിപ്ലൈ ചെയ്യുന്ന ഗേറ്റ്. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ ഏതാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രൂത്ത് ടേബിൾ ഈസ് ദിസ്, 0 into 0. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 into 0 0, 0 into 1 0, 1 into 0 0, 1 into 1 1. ലോജിക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ഗേറ്റ്. ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ. എല്ലാവരും എഴുതിയായിരുന്നോ? 4 ഗുഡ്. ഹായ്. ആൻഡ് ഗേറ്റ്. ഓക്കെ, ഇത് ഡിമോർഗൻസ് തിയറമാണ് കേട്ടോ. ഡിമോർഗൻസ് തിയറം അറിയില്ലാത്തവർ പഠിച്ചു വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എനർജി ഈക്വലന്റ് ഓഫ് 0.5 gram ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, ഇത് NCERT ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എനർജി ഈക്വലന്റ് ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ് ഏതാണ്? ഏത് ചാപ്റ്ററിലാണെന്ന് അറിയാവോ? ന്യൂക്ലിയസിൽ. മാസ് എനർജി ഈക്വലൻസ്, ആൽബർട്ട് ഐൻസ്റ്റീൻസ് മാസ് എനർജി ഈക്വലൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എനർജി ഈക്വലൻസ് ഓഫ് 1 gram എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 0.5 gram ആക്കിയെന്നേ ഉള്ളൂ. അപ്പൊ എനർജി എന്ന് പറയുന്നത് mc² ആണ്, mc². അപ്പൊ എനർജി ഇൻ ജൂൾ ഈസ് ഈക്വൽ ടു m 0.5 ഗ്രാമിനെ kg ആക്കണം ഇൻറ്റു 10⁻³ സിയുടെ സ്ക്വയർ 3 ഇൻറ്റു 3 ഇൻറ്റു 10⁻8ന്റെ സ്ക്വയർ 9 ഇൻറ്റു 10⁻16. അപ്പൊ ഇത് 4.5 ഇൻറ്റു 10⁻13 കിട്ടിയില്ലേ? ഏത് യൂണിറ്റ്? ജൂൾ. 2.5 ഇൻറ്റു 10⁻13. എത്ര സിമ്പിൾ ആണ് കുട്ടികളെ ക്വസ്റ്റ്യൻസ്. എല്ലാം ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോർസ് മോഡൽ ഈസ് നോട്ട് വാലിഡ്? നോട്ട് വാലിഡ് കണ്ടോ, നോട്ട് വാലിഡ്, നോട്ട് വാലിഡ്. ബോർസ് മോഡൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹൈഡ്രജനും ഹൈഡ്രോജനസ് സ്പീഷീസിനുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ കറങ്ങുന്ന സ്പീഷീസ്, ഒറ്റ ഇലക്ട്രോണേ പാടുള്ളൂ. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന് പറ്റും, ഡ്യൂട്ടീരിയം പറ്റും, ട്രീഷ്യം പറ്റും. ഓക്കെ, സിംഗിളി അയണൈസ്ഡ് ഹീലിയം പറ്റും, ഡബിളി അയണൈസ്ഡ് ലിത്തിയം പറ്റും, ഡബിളി അയണൈസ്ഡ് ലിത്തിയം, സിംഗിളി അയണൈസ്ഡ് ഹീലിയം, ഇതിനെല്ലാം പറ്റും. ഒരു ഇലക്ട്രോണേ പാടുള്ളൂ. ഓക്കെ, ഡ്യൂട്ടീരിയം പറ്റും. അപ്പം സിംഗിളി അയണൈസ്ഡ് നിയോൺ, നിയോണിന് സിംഗിളി അയണൈസ്ഡ് ആണെങ്കിലും കുറെ ഇലക്ട്രോണുകൾ ബാക്കിയുണ്ടല്ലോ. ബാക്കി എത്ര? 9 ഇലക്ട്രോൺ. നിയോന്റെ മാസ് അറ്റോമിക് നമ്പർ 10 അല്ലേ? അപ്പോൾ ഒരെണ്ണം പോയാൽ പിന്നെ 9 ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിന് നമുക്ക് ഏത് ബോർസ് മോഡൽ കനോട്ട് ബി അപ്ലൈഡ്, കനോട്ട് ബി അപ്ലൈഡ്. ഈ ഹൈഡ്രജൻ പോലത്തെ സാധനത്തിന് പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന എല്ലാ സാധനത്തിനും പറ്റും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓ സോറി, last question. The quantity of heat required to raise the temperature of 2 solid copper spheres of radii R1 R2. R1 is 1.5 times R2 through 1 Kelvin are in the ratio. Okay. കുട്ടികളെ quantity of heat required to raise എന്ന് പറഞ്ഞാൽ എന്താ? Quantity of heat required to raise through 1 Kelvin. Quantity of heat required to raise, ഒരു കെൽവിൻ റേസ് ചെയ്യാൻ വേണ്ട ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ തെർമൽ കപ്പാസിറ്റി എന്ന് പറയും. പെർ യൂണിറ്റ് മാസ് ആണ് സ്പെസിഫിക് ഹീറ്റ് എന്നൊക്കെ നമ്മൾ പറയും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് ആണെങ്കിൽ, ഇവിടെ യൂണിറ്റ് മാസ് എന്ന് പറയുന്നില്ല. അപ്പൊ ഇത് തെർമൽ കപ്പാസിറ്റിയുടെ റേഷ്യോ ആണ്. തെർമൽ കപ്പാസിറ്റി S ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് സ്പെസിഫിക് തെർമൽ കപ്പാസിറ്റി ആണ്. സ്മോൾ ലെറ്റർ s ഈസ് സ്പെസിഫിക് തെർമൽ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ്.
ഇത് തെർമൽ കപ്പാസിറ്റി ഓർ ഹീറ്റ് കപ്പാസിറ്റി. ഇത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇത് ഹീറ്റ് കപ്പാസിറ്റി. രണ്ടും രണ്ടാണ്. മനസ്സിലായോ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി റേസ് ചെയ്യാൻ വേണ്ട ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1 കിലോഗ്രാമിനെ 1 ഡിഗ്രി റേസ് ചെയ്യാൻ വേണ്ട ഹീറ്റ്, അല്ലെങ്കിൽ 1 ഗ്രാമിനെ 1 ഡിഗ്രി റേസ് ചെയ്യാൻ വേണ്ട ഹീറ്റ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? ലുക്ക്, heat capacity is directly proportional to mass, or directly proportional to volume, or directly proportional to cube of radius. റേഡിയസിന്റെ ക്യൂബ്. കാരണം വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് അല്ലേ? അപ്പൊ സ്പെസിഫിക് ഹീറ്റിന്റെ റേഷ്യോ, സ്പെസിഫിക് ഹീറ്റിന്റെ അല്ല, ഹീറ്റ് കപ്പാസിറ്റിയുടെ റേഷ്യോ S1/S2 എന്ന് പറയുന്നത് R1/R2വിന്റെ ക്യൂബ് ആയിരിക്കും. ക്യൂബ്. R1 എന്ന് പറഞ്ഞാൽ 1.5 R2/R2 ക്യൂബ്. 1.5 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1.5 എന്ന് പറഞ്ഞാൽ നമുക്ക് 3/2 എന്ന് എഴുതാം. അപ്പൊ 3യുടെ ക്യൂബ് ബൈ 2ന്റെ ക്യൂബ്. 3യുടെ ക്യൂബ് 27, 2ന്റെ ക്യൂബ് 8. അപ്പൊ ആൻസർ ഈസ് 27/8. കണ്ടോ? നമ്മൾ ലാസ്റ്റ് ഇയറിലെ 2 ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തു. phase 2 ആദ്യമേ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ന് phase 1ഉം ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, NCERT വായിക്കുന്ന കുട്ടികൾക്കും NCERTയിലെ ഇക്വേഷൻസ് എല്ലാം അറിയാവുന്ന കുട്ടികൾക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇക്വേഷൻസ് കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതാണ് ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് പുതിയ ടോപ്പിക്കുകൾ പഠിക്കാനുള്ള സമയം ഇനിയുണ്ട് എന്ന് തോന്നുന്നില്ല. എല്ലാം റിവൈസ് ചെയ്യുക. ഇക്വേഷൻസ് എല്ലാം റിവൈസ് ചെയ്യുക. ഒരു ചാപ്റ്ററിൽ എത്ര ഇക്വേഷൻ ഉണ്ടെന്ന് നോക്കുക. ഓരോ ചാപ്റ്ററിലെ ഇക്വേഷൻ സെപ്പറേറ്റ് ബുക്ക് പേജിൽ എഴുതി, പേപ്പറിൽ എഴുതി എല്ലാ ദിവസവും ഒന്ന് റിവൈസ് ചെയ്യുക. ഒന്ന് കടന്നു പോവുക അതിൽ കൂടെ. അപ്പം നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. ഓക്കെ, ഡോണ്ട് വറി. എക്സാം സാധാരണഗതിയിൽ ടഫ് ആവാനുള്ള സാധ്യതയില്ല. ലെറ്റ് us hope for the best. Thank you.